الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. كمال لطفه ولين حديقته صلى الله عليه وسلم. നിങ്ങൾ ഹിൽമും മുസാമഹത്തും ചോദിച്ചതിൻ്റെ ചെറിയൊരു വ്യത്യാസം എന്താണെന്നറിയോ? മറ്റുള്ളവർ ഉപദ്രവങ്ങൾ സഹിക്കുകയും ഉപദ്രവത്വം കൊണ്ടെന്താക്കാൻ പ്രതികരിക്കുകയും ചെയ്യാണ്ടിരിക്കലാണ് ഹിൽമുണ്ടാകുന്നത്. ഇദ്ദേഹത്തിന് മറ്റു സ്ഥലത്തുനിന്ന് കിട്ടാനുള്ള ഹക്കുകൾ അഫവ് ചെയ്യലാണ്. ഒരാൾക്ക് എന്താക്കണം 100 റുപ്യ കൊടുക്കണം, എന്താണ് 95 റുപ്യ കൊടുക്കണം. 100 റുപ്യ കൊടുത്തിട്ട് 5 പോട്ട് 5 നീ എടുത്തോണ്ടത്, അത് ഒരു കൊടുക്കും. 5 എനിക്ക് കിട്ടേണ്ട ഹക്കല്ലേ. ഒരു സ്ഥലത്ത് കയറുമ്പോൾ എനിക്കൊരു ഇക്രാമ് ചെയ്ത് കസേല കൊടുക്കണം, പൊട്ടെന്ന് ഞാനിപ്പോൾ ഇരുന്നോളാം. അപ്പം ഇവനിക്ക് മറ്റു സ്ഥലത്ത് നിന്ന് കിട്ടാനുള്ള എന്ത് ഹക്കായിക്കോട്ടെ ആ ഹക്കിൽ അളവ് ചെയ്യലാണ് മുസാമഹത്തുണ്ടായാലും. അപ്പോൾ ചീത്ത വിളിച്ചാൽ ചീത്ത അങ്ങോട്ട് തിരിച്ച് വിളിക്കാതെ എന്താക്കും, അവിടെ എല്ലാം എന്തുണ്ടായാലും ഇൽമിലുണ്ടായാലും. അതെ അതെ, അവിടെ മുസാമഹത്തുണ്ടല്ലോ. അതുകൊണ്ട് എത്ര കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇരുവാണ്ടും കൂട്ടി കൊടുത്തതെന്ന് പറഞ്ഞില്ലേ. قال الله سبحانه وتعالى فبما رحمة من الله لنت لهم نور. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അപാരമായ റഹ്മത്ത് കാരണത്താൽ എന്തായി, തങ്ങൾ അവർക്കെല്ലാം ലീനായി, തങ്ങളിൽ കടുപ്പം പിടിക്കാത്ത ആളായി. അമാന്നുള്ളത് എന്താകും, തൗക്കീദിന് വേണ്ടി സായിദിയാണ്. ശരിക്കും പറഞ്ഞാൽ ഫബി റഹ്മത്തിൻ മിനല്ലാഹി എന്നാണല്ലോ. ഇവിടെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി തൗക്കീദിനോട് തമ്മ. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി. ഫല്ല് എന്ന് പറഞ്ഞാൽ ലാഹിറിലുള്ള പെരുമാറ്റം കടുപ്പം കൂടലാന്ന് ഫല്ല് എന്ന് പറയും. ഖലീൽ ഇപ്പം കൽബന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഖില്ലത്തുണ്ടാകും, ഫലാദത്തുണ്ടാകും. കൽബ് ഖലീലായ പെരുമാറ്റത്തിന് ഫലാദത്തുണ്ടാവുമല്ലോ. അപ്പൊ ലാഹിറിലും ഇല്ല ബാത്തിലും ഇല്ലാന്നേ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ലംഫളൂമിൻ ഹൗലിക്, ആരും തങ്ങളെ കൂടെ വരാതെ എല്ലാവരും ഒഴിഞ്ഞു പോകുമായിരുന്നു. ഇവിടെ ഒഴിഞ്ഞു പോക്കല്ല ഉണ്ടായത്. അപ്പൊ താലിമാത്തിലാകുമ്പോൾ ഫള്ളുൻ ഖലീലും മാറുകാതെ മുഖദ്ദമും പോയി. ദക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലയ്യിനൽ ജാനിബ്, തങ്ങളോട് കൂടിപ്പരങ്ങുന്നാക്ക് വളരെ ലയ്യനായിരുന്നു. സഹിലൽ ഖുലുഖി, സ്വഭാവം വളരെ മയമേറിയതായിരുന്നു. ഹസനൽ മുആശറതി മഅൽ അഹ്ലി വൽ അസ്ഹാബി വസായിലിൻ നാസ്, അഹലുകാരാവട്ടെ അസ്ഹാബിമാരാവട്ടെ മറ്റേത് ജനങ്ങളുമാവട്ടെ അവരുടെ മുആശറത്ത് വളരെ ഹസനായിരുന്നു. യുഅതി ജലീസഹു ഹല്ലൻ കബീറൻ മിനൽ ഇൻബിസാതി വൽ മുലാതഫതി വഹുസ്നിൽ മുഖാബല. തങ്ങളെ കൂടെ ഇരിക്കുന്ന ഒരാൾക്ക് ധാരാളം അവകാശം കൊടുക്കും. എന്തിന്? ഇൻബിസാത്ത് എന്ന് പറഞ്ഞാൽ അവരോട് നല്ല സന്തോഷ പ്രകടനത്തിൽ അവരിലേക്ക് അയഞ്ഞു കൊടുക്കുക. ഇൻകിബാൽ എന്ന് പറഞ്ഞാൽ ചെറുണ്ട് വലിയല്ലേ ഇൻബിസാത്ത്. അതുപോലെ മുലാതഫത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ലുത്ഫ് ചെയ്യല്, അത് അവരിലേക്ക് മുന്നിടല്. റവ തിർമദി അൻ അലിയൻ റളിയല്ലാഹു അൻഹു അന്നഹു കാന ഇദാ വസഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്താക്കുന്നത്, അലിയാർ തങ്ങളെ പറഞ്ഞ നീണ്ടൊരു ഔസാഫുണ്ട്. അത് അവസരമൊക്കെ ഓരോ കഷ്ടം എടുത്ത് നോക്കിയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഇദാ വസഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസ്ഫ് പറയുമ്പോൾ യഖൂൽ അജ്മദുന്നാസി സദറ വഅസ്ദഖുഹും ലഹ്ജ വഅല്ലനഹും അരീക വഅക്രമഹും ഇശ്റ. അൽ ഹദീസ്. ഇനി ഹദീസ് ബാക്കിയുണ്ടെന്ന് പറയുന്നു. ഏറ്റവും ചൂടുള്ളവർ, ജനങ്ങളെ അള്ളാഹുവിൻ്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔദാര്യമാണ് സദറൻ, മനസ്സ്. അതുപോലെ ലഹ്ജ എന്ന് വന്നാൽ നാവ് കൊണ്ടുള്ള സംസാരത്തിനെ പറയാം. അപ്പം നാവ് കൊണ്ടുള്ള സംസാരത്തിൽ ഏറ്റവും സിദ്ഖുള്ളവർ. വഅല്യനുഹും, ഏറ്റവും മാർദ്ദവമുള്ളവർ. അരീക്ക എന്ന് പറഞ്ഞാൽ മറ്റൊരാളോട് സഹവസിക്കുമ്പോൾ അതിനൊന്നുമില്ല, അറക്കാതെ പിടിച്ചത്. യുദ്ധത്തിനെയും മയറക്കത്ത് എന്ന് പേര് വന്നില്ലേ?
അറക്കിൻ്റെ സ്ഥലമൊന്നല്ല. അറക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അരസരി. അപ്പൊ ഇവിടെ അരീക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ട് നിന്ന് കൂടിച്ചേരുന്ന്. വാക്കിറമുഹും ഐശ്വറത്തൻ. അപ്പം എന്താണ് ഇശ്റത്തും അരീക്കത്തും തമ്മിലുള്ള വ്യത്യാസം? ഇശ്റത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത് ഇടപെടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അറക്കാന്ന് പറഞ്ഞാൽ ചില സ്വഭാവ ദൂഷികളുണ്ടാകും, ഇങ്ങോട്ടുണ്ടാകും, ഇങ്ങനെ അങ്ങോട്ടുണ്ടാകും. ഒരു രസിലിന്റെ സ്വഭാവം അവിടെ പ്രകടമാകും. യുദ്ധക്കളത്തിന്റെ മഅറക്കത്തെന്ന് ഹും ശുജ്ജഉൽ കൽബി ഫീ ഹർബിൻ വ മഅറക്കത്തിൻ. മഅരിക്കത്തെന്നല്ല, മഅറക്കത്ത്. ഇനി ഹദീസ് ബാക്കി വരുമെന്നാ പറഞ്ഞത്. അത് മറ്റു സ്ഥലത്ത് അത് എടുത്തു പറയും. വറവൽ ബുഖാരിയു അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ലം യകുനിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷൻ. എന്താ ഫാഹിഷ് എന്ന് പറഞ്ഞാൽ സ്വയം ഫഹിഷ ഉള്ളവൻ അല്ല, അത് പ്രവർത്തിക്കുന്നവരോ അതിന് വേണ്ടി ഇതാക്കുന്നോ അതുമല്ല. അപ്പം രണ്ടും നഫി ചെയ്താൽ എന്തായി? ഫഹിഷ കംപ്ലീറ്റ് പോയി. എന്നിട്ടോ വക്കാന യഖൂലു തങ്ങൾ പറയും ഇന്ന മിൻ ഖിയാരിക്കും അഹാസിനുക്കും അഖ്ലാഖാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരാരാണെന്നറിയോ? അഹസൻ, അഹാസിൻ എന്ന് ജമ്മ, ഏറ്റവും മെച്ചപ്പെട്ടവർ. അഖ്ലാഖൻ, സ്വഭാവത്തിനാലും. വമിൻ ലുത്ഫിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു മാ കാന യുഖാബിലു അഹദൻ ബിമാ യക്റഹു. ഒരാൾ ഇഷ്ടപ്പെടാത്ത കാര്യം കൊണ്ട് എന്താക്കൂല, നേരിട്ട് പറയൂല എന്നാണ്. فعن أنس بن مالك رضي الله عنه قال لم يكن النبي صلى الله عليه وسلم سبابا ولا فاحشا ولا لعانا. തങ്ങൾ ചീത്ത വാക്ക് പറയുന്നവരല്ല, ഫാഹിഷുമല്ല, ലാനത്ത് ചെയ്യുന്നവരുമല്ല. വക്കാന യഖൂലു ലി അഹദിനാ അൻദൽ മഅതബ. ആരെങ്കിലും പറണ്ടി വന്നെന്താ മാലഹു തരിബത്ത് ജമീൻ, അവനിക്കെന്ത് പറ്റിപ്പോയിന്നേ ചോദിക്കുള്ളൂ. അവനിക്കെന്താ കൂടിയിനി? ബൽ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം അസദ്ദൻ നാസി ലുത്ഫാ. ലുത്ഫിനാൽ അല്ലാഹുവിന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കടപ്പം കൂടിയവരാണ്. റവാ അബൂ നഈം ഫി ദലായിലി അൻ അനസ് റളിയല്ലാഹു അൻഹു. അതാ ഇത് നമ്മൾ ദലായിൽ രൂപത്തിൽ ഓതിയിട്ടുണ്ട്. قال كان رسول الله صلى الله عليه وسلم أشد الناس لطفا. അതിപ്പം പറഞ്ഞു അള്ളാഹുവിൻ്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ലുത്ഫ് ഏറ്റവും കടപ്പം കൂടിയവരാണ്. വല്ലാഹി മാ കാന യംതനിഉ ഫീ ഗദാത്തിൻ ബാരിദത്തിൻ. തണുപ്പുള്ള ഒരു രാവിലെ, മദീനത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അത് മിൻ അബ്ദിൻ വലാ അമത്തിൻ, അടിമകളാവട്ടെ അമത്തുകളാവട്ടെ, തഅ്തീഹി ബിൽ മായി, വെള്ളം കൊണ്ടുവരും. അപ്പോൾ തണുത്ത വെള്ളം കൊണ്ടുവരാം. അതിലുണ്ടാക്കുന്ന ബർക്കത്തിന് തങ്ങൾ കൈമുക്കി കൊടുക്കണം. ഇപ്പം തണുപ്പാന്ന് മുക്കൂല എന്ന് പറയൂല. വജ്ഹഹു, അങ്ങനെ എന്താക്കും, ആ വെള്ളം കൊണ്ട് മുഖം കഴുകി, വദിർബിൽ മായി വദിറാഇഹി, രണ്ട് കയ്യും കഴുകിയിട്ട് എന്താകും വെള്ളം കൊടുക്കും. ഇപ്പം തണുപ്പാന്ന് പിന്നെ വാ ഉച്ചക്ക് വാ അല്ലെങ്കിൽ ചൂടുവെള്ളം കൊണ്ടാന്നൊന്നും പറയില്ല. വമാ സഅലഹു സായിലുൻ ഖത്തു ഇല്ലാ അസ്ഗാ ഇലൈഹി. വല്ലവരും എന്താ ചോദിക്കുകയാണെങ്കിൽ അതിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ പതിപ്പിക്കാണ്ടിരിക്കൂല. ഫലാ യൻസരിഫു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യകൂന ഹുവ. അയാൾ ചോദിക്കാൻ വന്നാളുണ്ടല്ലോ, അയാൾ സ്വയം പിരിഞ്ഞു പോകാത്ത കാലത്താണ് തങ്ങളും പിരിയൂല. അല്ലതി അതാ ഹത്താ യക്കൂനാന്റെ ഖബറാണേത്? ഹത്താ യകൂന ഹുവ. ആര്? അസായിലാകണം. അത് ഹുവ എന്ന് പറയുമ്പോൾ തങ്ങളിലേക്ക് ലമീർ മടങ്ങുമെന്ന് പേടിച്ചിട്ട് മുമ്പ് അസായിന്ന് കൂട്ടിയാൽ. അല്ലതി യൻസരിഫു അൻഹു, സ്വയം പിരിഞ്ഞു പോകുന്നത് തങ്ങളാകാലല്ലാണ്ട് മറ്റയാൾ പോകില്ല. അല്ല, മറ്റയാൾ സ്വയം പിരിഞ്ഞണോ എന്നല്ലാണ്ട് തങ്ങളെ വിഭക്കൂല. വമാ തനാവല അഹദുൻ യദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തു ഇല്ലാ നാവലഹു. തങ്ങളെ കൈയൊന്ന് പോണമെന്ന് പറഞ്ഞാൽ എന്താക്കും, കൈ നീട്ടി കൊടുക്കും. അപ്പം ഇങ്ങനെ കൈ കെട്ടിയിട്ട് അതുകൊണ്ടാ ലാമിസാസല്ല മദ്ഹബ് ഇസ്ലാം ദീനിലില്ല. വമാ തനാവല അഹദുൻ യദഹു ഖത്തു ഇല്ലാ നാവലഹു ഇയ്യാഹ. ഹൂവിൻ്റെ നമ്മീനടുത്തേക്ക് അഹദിലേക്ക്, ഇയ്യാഹ എന്ന് പറഞ്ഞാൽ കൈ. ഫലാ യൻസഉ അൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു, തങ്ങളെ കയ്യിനെ ഊരൂല. ഹത്താ യകൂന റജുലു ഹുവല്ലദീ യൻസിഉ മിൻ, തങ്ങളെ വക്കിൽ നിന്ന് കൈ ഊരുന്നത് അദ്ദേഹമാകുന്നത്. അപ്പൊ അത്രയാ പിടിച്ചു വെക്കുന്ന അത്രത്തോളം നിന്ന് കൊടുക്കും.
ഇൻബിസാതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഹ്ലി വദവിൽ ഖുർബാ, അഹ്ലുകാരോടും ദവിൽ ഖുർബാനോടും തങ്ങളുള്ള ഇൻബിസാത്ത് എന്താ? റവാ മുസ്ലിം ഫി സഹീഹിഹി അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാല ഇസ്തഅദന ഉമർ റളിയല്ലാഹു അൻഹു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുക്കലേക്ക് കരാൻ വേണ്ടി സമ്മതം ചോദിച്ചു. നോക്കുമ്പോൾ ഇൻദഹു നിസാഉം മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട കുറേ പെണ്ണുങ്ങൾ തങ്ങളുടെ അടുക്കലുണ്ട്. അത് നോക്കിയിട്ട് ആരെങ്കിലും ഒരു അജ്നബിയാത്ത് വന്ന് വല്ല മുത്തക്കബിറും ജബ്ബാറും പറയാതിരിക്കാനാണ് ഇതാ ഖാലൽ ഹാഫിദ് ഇബ്നു ഹജർ നിസ്വത്തും മിൻ അസ്വാജിഹി, തങ്ങളുടെ ഭാര്യമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വയഹ്തമിലു അൻ യകൂന മഅഹുന്ന ഗൈറുഹുന്ന, അസ്വാജ് കൂടാതെ കണ്ട് മിൻ അഖാരിബിഹിൽ മഹാരിം, മഹാരിമുകളായ അഖാരിബുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തിനാന്ന് പറയുമ്പോൾ ഇത് പിടിച്ചു തൂങ്ങും. ഈ കടിച്ചിട്ട് ചോര മാത്രം കുടിക്കുന്ന കൂട്ടരുണ്ടല്ലോ. അതിന് യുകല്ലിംനഹു, തങ്ങളോട് അവർ സംസാരിക്കുകയാണ്. വയസ്തക്സിർനഹു എന്ന് പറഞ്ഞാലോ കസരത്തിനെ തേടിയെന്നല്ലേ. അതാ ഖാലൽ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ഫീ ശറഹ് മുസ്ലിമിൽ ഖാലൽ ഉലമാഉ മഅനാ യസ്തക്സിർനഹു എന്ന് പറഞ്ഞാൽ യത്ലുബുന കസീറൻ മിൻ കലാമിഹി വജവാബിഹി, കുറേ കാര്യങ്ങൾ ചോദിക്കാനും കുറേ ഉത്തരം പറയാനും ഉണ്ടാക്കും, കുറേ നീട്ടി സംസാരിക്കാനുണ്ട്. അവർക്ക് പല കാര്യങ്ങളും സംസാരിക്കണം, അവർ ചില മസാലക്ക് ഫത്വകളും, അപ്പോൾ നീട്ടി സംസാരിക്കാനാണ് ഉദ്ദേശം. അത് ആലിയത്തൻ അസ്വാതുഹുന്ന, അവർ ശബ്ദം ഉയർന്നിട്ടുണ്ട്. പെണ്ണുങ്ങന്മാരെ കൂട്ടാക്കൂല, ചിലപ്പോൾ പരിസരം ഓർമ്മ ഉണ്ടാവില്ല. ഫലമ്മസ്തഅദന ഉമർ റളിയല്ലാഹു അൻഹു സംബന്ധം ചോദിച്ചപ്പോൾ കുംന, അവർ എണീച്ചിട്ട് യബ്തദിനൽ ഹിജാബ്, എടല്ലോ മറയിലേക്ക് പോയിട്ട് കുളിച്ച് ഉടനെ പാഞ്ഞു. അതാ ഹിജാബ എന്ന് പറഞ്ഞാൽ ലിഅന്ന ഉമർ റളിയല്ലാഹു അൻഹു ബിന്നിസ്ബതി ഇലൈഹി അജ്നബിയ്യൻ, കയറി വരുന്ന ആൾ ഇവർക്ക് അജ്നബിയായിരിക്കുമല്ലോ. അപ്പോൾ ഫയജിബുൽ ഇഹ്തിജാബു മിൻഹു, അപ്പോൾ ഉമർ തങ്ങളെ തൊട്ടെന്താക്കണം, ഓർ മാറി നിൽക്കണം. وفي هذا دليل مشروعية حجاب المرأة بالنسبة للأجنبي, അതാ അജ്നബിയിലേക്ക് ചേർത്തിട്ട് ഹിജാബുൽ മർഅത്ത് ശർആക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താൽ മുഖം ഉൾപ്പെടെ. അപ്പം ഇന്നത്തെ ജാഥയിലൊന്നുമില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും മാനത്തിലുള്ള എല്ലാവരും വരണമെന്ന് പറഞ്ഞത്. കുഞ്ഞും കുട്ടിയും തോട്ടിയും മുല പിടിക്കുന്ന കുഞ്ഞും എല്ലാം ഉണ്ട് ജാഥയിൽ. എൻ്റെ 3 മണിക്ക് തുടങ്ങിക്കൊണ്ട് അസുർ സ്കാരം ജമ്മാക്കി, മഗ്രിബ് നിസ്കാരം അതും ജമ്മാക്കി, യാത്ര ചെയ്യുന്ന ആൾക്കും ജമ്മാക്കി. ഇങ്ങനെ അണക്കെട്ട് മുതൽ കുളച്ചേരി മുക്കി വരെയാണ് റോഡ് ബ്ലോക്ക്. അത് സ്റ്റെപ്പ് റോഡിനെത്തി കിട്ടിയെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പോവായിരുന്നു. നമുക്ക് വിശപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ആക്കല്ല. അത് സുന്നത്താന്ന് പൊരിച്ചേക്കപ്പെട്ടാന്ന് പറഞ്ഞോടത്ത പിന്നെ അങ്ങനെ തന്നെ. മുഖവും മറക്കേണ്ടതാണ്. ഏതായാലും ഉമർ റളിയല്ലാഹു അൻഹു കയറി വരുമ്പോൾ എല്ലാവരും എണീച്ചു പോയി, ഒളിച്ചെന്നാ പറഞ്ഞത്. ഫഅദിന ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തു ആയിരിക്കും ഉമർ തങ്ങൾക്ക്. ഫദഖല, കയറി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹഖു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഉമർ തങ്ങൾ ചോദിക്കുന്നു, എന്താ ചിരിക്കാനുള്ള വകുപ്പെന്താണ്? അപ്പൊ തങ്ങളതിനേക്കാണ് പേടിയാരിയെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ടില്ലേ? അതാ ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അൽഹഖല്ലാഹു സിന്നക യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് എപ്പോഴും ചിരിക്കാൻ അന്ന് എത്തിച്ചേർത്തേ, ദുഃഖം വേണ്ട, ഒരു ദ്വാന്റെ വാക്കാണ്, നിങ്ങൾക്ക് എപ്പോഴും ചിരിക്കാൻ അല്ലാഹു തബറകട്ടെ. അതാ ഐ അദാമല്ലാഹു ഫറഹക, തങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണമെന്ന് അർത്ഥം. കാരണം ചിരിയെന്നുള്ളത് എന്താന്ന് ലാസിമാണ്, സന്തോഷത്തിന്റെ. അപ്പൊ ലാസിമ പറഞ്ഞിട്ട് മൽസൂം ഉദ്ദേശിക്കാന്ന് തന്നെ മജാസ് മുർസല്. എന്നാ മജാസ് മുർസല് എന്ന് പറയാം. എന്ത് പറയാം? അൽ മോജിദുലി ബുറൂദി സിന്നിക്കാം വലുഹൂരി നൂരിക്കാം. അപ്പോൾ തങ്ങൾ എന്താക്കും? പല്ല് വെളിപ്പെടും, അതുപോലെ തന്നെ തങ്ങളെ നൂറ് വെളിപ്പെടും. പക്ഷെ വലാകിൻ ലാ ബുദ്ദ ലഹു മിൻ സബബിൻ, അത് കാരണം ഉണ്ടാകും. വലുഹൂരി അംദിൻ നജബിൻ, അപ്പൊ അജബുള്ളൊരു കാര്യം ഉണ്ടാകണം അവിടെ. എന്തിനാ ചിരിച്ചെന്നാ ചോദിക്കുന്നു. ഫഅത്ലിഇനി അലൈഹി, അതൊന്ന് എനിക്ക് പറഞ്ഞതാ, തങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കി ചിരിക്കാനുള്ള കാര്യം എന്തെന്ന്. വശദ്ദിഫ്നി ബിൽ ഇശാറത്തി ഇലൈഹി, അതിലേക്ക് എന്താക്കുക, സൂചിപ്പിച്ചിട്ട് എനിക്ക് തങ്ങളെ വ്യാഖ്യാനിച്ചു തരണം എന്നപ്പം.
അറിയാം. അപ്പൊ ചോദ്യത്തിൽ അതില്ല. എപ്പോഴും അല്ല തങ്ങൾക്ക് ചിരിക്കാൻ എത്തിക്കട്ടെ എന്ന് പറയുന്ന അർത്ഥം എന്താ? എപ്പോഴും സന്തോഷം ഉണ്ടാകട്ടെ. അപ്പൊ എന്താണ് ഇവിടെ പുതുമ ഉണ്ടായത്? فقال صلى الله عليه وسلم പറഞ്ഞു عجبت من هؤلاء اللاتي كن عندي. എൻ്റെ അടുക്കലുണ്ടാകുന്ന പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞാൻ അജബിനെ ജനിച്ചത് എന്താണ്? ഫലമ്മ സമീഅന സൗതക, നിങ്ങളെ ശബ്ദം കേൾക്കേണ്ട താമസം ഇബ്തദർനൽ ഹിജാബ്, എല്ലാവരും ഹിജാബിലേക്ക് ഓടിക്കളഞ്ഞു. അപ്പോൾ ഉമർ നിലനിൽക്കുന്നു, തങ്ങളിനേക്കാളെ വലിയ അന്യാക്കിനവർ. فقال عمر رضي الله عنه فأنت يا رسول الله اللهم صل عليه وسلم أحق أن يهبنا. പേടിക്കാൻ അവകാശപ്പെട്ടവർ തങ്ങളല്ലേ എന്ന് വെച്ചു. ثم قال عمر رضي الله عنه പറഞ്ഞു ഐ അദുവാത്തി അൻഫുസിഹിന്ന, നഫ്സിന്റെ അതുവക്കളായ പെണ്ണുങ്ങന്മാരെ ആ തഹബിനീ വതആല തഹബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് പേടി കാട്ടാതെ എന്നോടാണ് നിങ്ങൾ പേടി കാട്ടുന്നത്. അപ്പൊ അതൊരു സുഖമില്ലാത്തപ്പോ വന്നോന്ന് വെച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു കലമ്പിയത്. ഖുൽന, അപ്പോൾ അവർ പറഞ്ഞു ഞാൻ, അതെ, എന്താ പേടി? തങ്ങളും നിങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ത അഗ്ലദു, നിങ്ങൾക്കൊരു ഖില്ലത്തുണ്ട്, അത് നല്ലതിനെ ഉപയോഗിക്കുള്ളൂ എന്ന് മാത്രം. ബാക്കി അറിയോ? അമ്രോ നഹിയോ ആരെങ്കിലും ഉപദേശം ചെയ്തു കൊടുത്ത് അന്നേരം കൊണ്ടുപോകും. പറഞ്ഞു കൊടുക്കേണ്ട താമസം. എന്താ മഹർ ഓർക്കണമെന്ന് വേണമെങ്കിൽ പറഞ്ഞില്ലേ? ഒരു പെണ്ണുങ്ങൻ ചോദിച്ചല്ല, അള്ളാഹു പറഞ്ഞിട്ടില്ലേ എത്രയും വാങ്ങാൻ ചിന്താറന്ന്? ഉടനെ പറഞ്ഞു എന്നെ കാണാൻ ഇതിനുള്ള പെണ്ണുങ്ങന്മാർ സദസ്സിലുണ്ട്, ഞാൻ പിൻവലിച്ചിരിക്കുന്നു. അപ്പൊ അകലെന്ന് എന്ന് പറയും ഇസ്മു തഫ്ളീലാണ്, ഏറ്റവും ഖില്ലത്ത്. അപ്പൊ അതിനെ അപേക്ഷിച്ച് അപ്പുറം കുറച്ച് ഖില്ലത്തുണ്ട് എന്ന് വന്നേക്കും ലഫ്ലിൽ. അതിന് മഫ്ഹൂം വഅഫളു എന്ന് പറഞ്ഞാൽ കുറച്ച് ഫളാലത്തുണ്ട്, കൂടുതൽ ഫളാലത്തുണ്ട് ഇപ്പുറം. അതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. എന്ത്? അന്ത യാ ഉമറു കസീറുൽ ഖില്ലത്തി വൽ ഫളാലത്തി, കുറച്ച് ഖില്ലത്തും ഫളാലത്തും അധികം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ബിഖിലാഫി, തങ്ങൾക്കില്ല എന്നതിന്റെ വേന. അള്ളാഹു വേണമെന്ന് പറഞ്ഞാൽ കുറച്ചെനിക്കറിയാം, ബാക്കി അള്ളാഹ്ക്ക് അറിയാമെന്ന അർത്ഥം. എനിക്കറിഞ്ഞതും അറിയാത്തതും എല്ലാം അള്ളാഹു തആല അറിയണല്ലോ ഉണ്ടാവില്ലേ? അല്ല നഹബിൽ ഇസ്മു തഫ്ളീൽ മാത്രം പഠിച്ച് ഫഅൽ വസല്ലം പഠിച്ചിട്ട് അർത്ഥം വെച്ചാൽ എന്താവും? അടിമകളെ വല്ലാണ്ട് ദുൽമീനോനൊന്നും അല്ല എന്നാ അപ്പൊ കുറച്ചല്ലേ ചെയ്യുള്ളൂ, അങ്ങനെ ഉണ്ടാകും. അപ്പൊ അല്ലാമ മുബാലകല്ല, നിസ്ബക്കാണ്. ദുൽമിലേക്ക് മൻസൂബല്ല, ഉണ്ടാവില്ല. ഇതുപോലെ ഖില്ലത്തും ഫളാലത്തും തങ്ങൾക്ക് കുറച്ചുണ്ട്, നിങ്ങൾക്ക് അധികം ഉണ്ട് എന്നല്ല എന്റെ വായന. فإنه لين الجانب كثير الرزق. قال الإمام النووي رضي الله عنه പറയുന്നു قال العلماء, മൂപ്പർ ഉദ്ധരിക്കുമ്പോൾ മൂപ്പർ സ്വന്തം വകയായിട്ടല്ല പറയുക, അൽഉലമാ പറഞ്ഞത്. وليست لفظة أفعل, ഇത് അഫ്അലി അഗ്ലദു അഫളു അഫ്അല തഫ്ളീലല്ലേ? അത് ഹുനാലിൽ മുഫാദലത്തി, മറ്റതിനിടക്ക് താരതമ്യം ചെയ്യാനുള്ളതല്ല. ബൽ ഹിയ ബിമാന ഫദ്ലുൻ ഖലീൽ, ഫദ്ലുൻ ഖലീൽ മാത്രം തങ്ങൾക്കതില്ല എന്ന അർത്ഥത്തിലാണ്. ഭാഷാർത്ഥം മാത്രം വെച്ചിട്ട് ശരിയാവില്ല, ബാക്കിയുള്ള കൂടെ കൂട്ടിപ്പിടിക്കണമല്ലോ. فقال صلى الله عليه وسلم والذي نفسي بيده, റബ്ബിനെ തന്നെയാണ് സത്യം, മാ ലഖയക ശൈത്വാനു ഖത്തു സാലികം ഫജ്ജൻ, നിങ്ങൾ ഒരു വഴിയിൽ പ്രവേശിച്ചതായി ശൈത്താൻ കണ്ടാൽ ഇല്ല വസലക ഫജ്ജൻ ഗൈറ ഫജ്ജിക്, നിങ്ങളുടെ മാർഗ്ഗമല്ലാത്ത വേറെ മാർഗത്തിൽ കൂടി എന്താക്കും? ഒഴിഞ്ഞു പോകുന്നതാണ്. ശൈത്താൻ മുമ്പിലേക്ക് കഴിയില്ല. അദ്ദേഹം ഞാൻ തട്ടി ഹയ്യയിൽ ഓടിയത് ഇല്ലേ, മുജമൈനൂരി. എന്നിട്ട് അവിടെ തന്നെ മുമ്പ് ചോദിച്ചല്ല, എന്നാ അമൃതം നമ്മളെ കണ്ടാ ഓടാത്തേ, നീയും വെറൈറ്റില്ല എന്ന് പറഞ്ഞു. ശൈത്താൻ പോവും. ഫജ്ജ് എന്ന് പറഞ്ഞാൽ തരീഖ്, വൈത്തലക്കാല മക്കാനും ബൈനൽ ജബലൈൻ, ഒരു വഴിയെന്നേ അർത്ഥം. ഇനി എല്ലാം ചുരുക്കി പറയുന്നു. ആ കിതാബിന് നല്ല ഇഷ്ടം പോലെ പറയുന്നുണ്ട്. കരീമു ഇശ്റതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹസ്നു മുആമലതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ സൗജാതിഹി വസൈരി അഹ്ലി, ഭാര്യമാരോടൊപ്പം തങ്ങളുടെ മുആമലത്ത് എന്തായിരുന്നു, അതുപോലെ അഹ്ലുകാരോട് എങ്ങനെയായിരുന്നു?
അല്ല, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരീമൽ ഇശ്റതി മഅ സൗജാതിഹി വസൈരി അഹ്ലിഹി. ഇപ്പം പറഞ്ഞല്ലേ, യുലാതിഫുഹുന്ന വയുമാസിഹുഹുന്ന വയുആമിലുഹുന്ന ബിൽ ബുദ്ദി വൽ ഇഹ്സാൻ. അവരോട് എന്താക്കും? നല്ല ലുത്ഫ് കാട്ടും. എന്നിട്ടോ അവരോട് തമാശകളൊക്കെ പറയും. പിന്നെ അതുപോലെ സ്നേഹത്തോടും ഇഹ്സാനോടും കൂടി പെരുമാറും. അതാണ് നമ്മളെ ഹെഡിങ്. റവ തിർമിദി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി. ഖൈറുക്കും ആവർത്തനല്ലേ, ഒന്നാമത്തെ ഖൈറുക്കും മുബ്തദ, രണ്ടാമത്തേത് ഖൈറുക്കും അതിന്റെ ഖബർ. അപ്പൊ നിങ്ങളിൽ നിന്ന് ഖൈറായവര് ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങൾ അഹ്ലുകാരോട് ഖൈറായ ആളുകളാണ്. വാന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ അല്ലൊക്കെ സ്വയം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നു. എൻ്റെ അഹലിനോട് ഞാൻ ഏറ്റവും ഖൈറാണ്. അപ്പൊ ഉത്തരം എന്താമോ? നിങ്ങൾ ഏറ്റവും ഖൈറും അതിലുള്ള ആൾ ഞാനാണ്. വസാദ് ഇബ്നു അസാകിർ ഫീ റിവായത്തിഹി മാ അക്രമൻ നിസാഅ ഇല്ലാ കരീമുൻ. നിസാഇലെ ബഹുമാനിക്കൂല, ആദരിക്കൂല, കരീമായ ആക്കല്ലാണ് കഴിയൂല എന്ന് പറയും. എന്താന്ന് ഉള്ള എല്ലാ ഗുൽമാലിനും കൊണ്ട് പോയി അടക്കിയിട്ടു. വല അഹാനഹുന്ന ഇല്ലാ ലഈമുൻ, വളരെ കൊണംകെട്ട ആളല്ലാതെ കണ്ട് അവരെ നിസ്സാരപ്പെടുത്തൂല. അവർ ഇഹാനത്താക്കലി അവിടെയാണ് സ്വഭാവം മാറ്റെടുക്കേണ്ടെന്ന് പറയുന്നത്. വാൻ മറ്റുള്ളവർക്ക് ചിലപ്പോൾ തല്ലുകൊട്ടിന്ന് വരൂലേ. വാൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അക്മലിൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാൻ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ ഏറ്റവും സമ്പൂർണമായവരാണ് ആര്? സ്വഭാവം ഏറ്റവും മെച്ചപ്പെട്ടവര്. വഅൽതഫഹും ബിഅഹ്ലിഹി, അവർ അഹ്ലുകാരോട് ഏറ്റവും ലുത്ഫ് കാട്ടുന്നവരുമാണ് ഏറ്റവും ഈമാൻ കൂടിയ ആളുകൾ. വറവൽ ഹാക്കിമു പറഞ്ഞു വക്കാല സഹീഹുൽ ഇസ്നാദ്. അതോടൊക്കെ ഹാക്കിമോർ പറയുന്നു, ഹദീസിന്റെ ഗ്യാരണ്ടി പറയും, ഇത് നമ്മൾ ഇസ്നാദ് സഹിയാണ്. عن ابن عباس رضي الله عنهما أن النبي صلى الله عليه وسلم خيركم للنساء. നിസാഹിനോട്, ഇവിടെ നിസാ കൊടുക്കുന്ന അമ്മായ നിസാഹ് അല്ല ഉദ്ദേശിക്കുന്നത്, നേരത്തെ പറഞ്ഞില്ല സൗജാത്ത്, അവരോട് ഏറ്റവും ഹൈറായവർ. അപ്പൊ അവർ ഹൈറാന്ന് പറഞ്ഞാൽ ഹൈറായിരിക്കും. ഇക്കാലത്ത് പറഞ്ഞുണ്ടാവില്ല, കാരണം അവരുടെ തടിഹവാക്ക് ഒപ്പിച്ച് വിട്ട് കഴിഞ്ഞിട്ട് എന്താകും, ആ നല്ല മാപ്പിളാന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നല്ല ആയിട്ടുള്ളതില്ല. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم حديثنا أكمل المؤمنين إيمانا أحسنهم خلقا. എന്നിട്ടോ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, അതാണ് നമ്മളെ ബാബ്. മുഅ്മിനീങ്ങളിൽ നിന്ന് ഈമാൻ ഏറ്റവും പൂർണ്ണമായവര് ഏറ്റവും സ്വഭാവം മഹിമയുള്ളവരാണ്. എന്നാൽ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറാര അവരെ നിസാഇന്റെ നിസാഇഹിം എന്ന് പറയുമ്പോൾ തന്നെ അജനബിയത്തല്ലാന്ന് തോന്നില്ല, ഇളാഫത്ത് ചെയ്തില്ലേ. ഹസനുൻ സഹീഹുൻ. വറവ ഇബ്നു സഅദിൻ അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹാ സുഇലത്. ആയിഷ ബീബിനോട് ചോദിച്ചു, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖലാ ബി ബൈതിഹി, തങ്ങളുടെ വീട്ടിൽ ഒറ്റക്കായാൽ എന്താ ചെയ്യല്? ഫഖാലത്ത് കാന അൽജനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദീനുള്ളവരാണ്. ബസ്സാമൻ, എപ്പോഴും പുഞ്ചിരിക്കുന്നവരാണ്. ദഹാക്കൻ, ചിരിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരാണ്. ലം യുറഖത്തു മാദ്ദൻ ദിജ്ലൈഹി ബൈന അസ്ഹാബിഹി, അസ്ഹാബിമാരുടെ ഇടയിലേക്ക് കാല് നീട്ടുന്ന കാണലേ ഇല്ല. കാല് നീട്ടിയിട്ട് ഇങ്ങോട്ട് കാല്, അതുപോലെ ഒരു യുദ്ധത്തിന്റെ അതപകടമായിട്ട് വരും. നമ്മന്ന് ഹൈസമിൻ്റെ അവിടെ കാണാൻ പോയപ്പോ എനിക്ക് മടക്കിയിരിക്കാനേ കഴിയുന്നില്ല. ഞാനങ്ങനെ എല്ലാം ഒതുക്കിയിട്ട് ഇങ്ങനെ വേദന സഹിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടപ്പോ മറ്റോറൊന്നുമില്ല, കാലിങ്ങ നീട്ടിക്കുന്നു. ലാജലേക്കും യാതൊരു മജലിസുണ്ടോ മഹാദാസവും ഇങ്ങനെ ഇരുന്നു. അതീമി അദബിഹി വക്കമാലി വക്കാരിഹി, ആ സദസ്സിനോടുള്ള ആദരവും ആ അലയുമായ അദബാണ് അവിടെ പ്രകടമാക്കിയത്. وعن عائشة رضي الله عنها قالت خرجت مع رسول الله صلى الله عليه وسلم തങ്ങളോടൊപ്പം പുറപ്പെട്ടു ഫീ ബാലി അസ്ഫാരിഹി, ഒരു സഫറിൽ.
വാന ജാരിയത്തും ഞാനെന്ന് ചെറിയ പെൺകുട്ടിയാ ഹരീസത്തു സിന്നി ലം അഹമിലഹമ അത്രമാത്രം ഇറച്ചിയും തടിയൊന്നും എനിക്കില്ല വലം അബുദും എനിക്ക് തടി കൂടിയിട്ടുമില്ല. അപ്പം കനം കുറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി. ഫക്കാല ലിന്നാസ് ജനങ്ങളോട് പറഞ്ഞ തക്കത്തമ്മ നിങ്ങളെല്ലാം കാലേക്കുട്ടി പോയിക്കോ. ഇപ്പൊ തക്കത്തമ്മ അവർ പോയി. ഇപ്പൊ എന്തായി തങ്ങളും ആയിഷയും ഒറ്റക്കയില്ലേ. സുമ്മക്കാലി ആയിഷ ബീവിനോട് പറഞ്ഞ് തഹാലി ഹത്താ ഉസാബിക്ക് നമുക്ക് ഒരു ഓട്ടപ്പന്തയം നടത്താമോ, നാടെ മുന്നിലെത്തൽ നോക്കാം. അങ്ങനെ ഫസാബഖ്തുഹു സല്ലല്ലാഹു അലൈഹി, ഞാൻ കനം കുറഞ്ഞ ആളല്ലേ, ഞാനെന്താക്കി മുമ്പന്തിയിലെത്തി. അതാ ഫസാബഖ്തു, അങ്ങനെ മുസാബക്ക നടത്തിയിട്ട് ഫസബഖ്തുഹു ഞാനെന്താക്കി ഫസ്റ്റ് അടിച്ചു. ഒന്ന് സാബക്കയാണ്, നമ്മൾ രണ്ടാളും കൂടെ ഓട്ടം പന്തയം വെച്ച് എന്നിട്ടോ ഫസബഖ്തുഹു. അപ്പൊ ആയിഷ ബീവി ജയിച്ചതായിട്ട് ഇപ്പൊ കണ്ട് അല്ലേ. ഫസകതനി തങ്ങളൊന്നും പറഞ്ഞില്ല. ഹത്താ ഹമൽതുൽ ലഹമ, എനിക്കങ്ങനെ തടി കൂടി കുറച്ച് ഇറച്ചിയെല്ലാം വന്ന് വബദുൻതു, തടി കൂടി വസമിൻതു, നല്ല ഉഷാറായി. അപ്പൊ പണ്ടത്തെ അവൻ ഓടാൻ കഴിയൂല. ഫഖറജതു മഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോടൊപ്പം പുറപ്പെട്ട് ഫീ ബഅദി അസ്ഫാരിഹി. എന്നിട്ട് ഫഖാല സല്ലല്ലാഹു അലൈഹി തഖദ്ദമൂ, അസ്ഹാബിമാരോട് പറഞ്ഞു നിങ്ങളെല്ലാം പൊയ്ക്കോ, എന്നിട്ട് തഖദ്ദമൂ. സുമ്മ ഖാല, പിന്നെ ആയിഷയോട് പറഞ്ഞു തആലി സാബിക്ക്, പണ്ടത്തെ ഓട്ടപ്പന്തയം വെക്കാം. കാലത്ത് ആയിഷ ബീബി പറയുന്നു ഇപ്പൊ സബക്കനി, തങ്ങളെന്നെ മറികടന്നു, എനിക്ക് അങ്ങനെ ആക്കി കൊടുത്തതെന്ന്. തങ്ങൾ അടിച്ച് ചിരിക്കാൻ തുടങ്ങി. വയക്കോല് ഹാദിഹി ബിദിൽക, പണ്ട് നീ ജയിച്ചില്ലേ, അപ്പൊ ഞാനും തോറ്റല്ല, അപ്പൊ അതിന് പകരമാണ്. എന്നിട്ടോ അതെന്താന്ന് അതിനെ പറ്റി ഷറഹിൽ പറയുന്നുണ്ട്. അതായത് ഒന്നും അതാ യാനി അന്നീ സബഖതുക ഫീ ഹാദിഹിൽ മറത്തി സാനിയ, ഈ രണ്ടാം വട്ടം ഞാനെല്ലാം മുമ്പത്തിലെത്തിയത്, അത് ഫീ മുഖാബിൽ സബഖതുക തിൽക്കൽ മറത്തിൽ, ഒന്നാം തവണ നീ മുമ്പ് വെച്ചപ്പോ ഒന്നെനിക്കും കിട്ടണ്ടേ. എന്നുവെച്ചാൽ ആയിഷ ബീബി ഇന്നിലായി പോയോ എന്ന് ഓർക്ക് ദുഃഖം വേണ്ടെന്ന് വെച്ച് ചെയ്ത പണിയാണ്. ഒരിക്കൽ നീ ജയിച്ചില്ലേ, അപ്പൊ അതാ പിതാക്ക വറാദ ബിദാലിക അല്ലാ തഹ്സനാൻ, ഞാൻ പിന്നിലായി പോയല്ലോ എന്ന് വെച്ചാൽ ആയിഷ ബീബിക്ക് ദുഃഖം വേണ്ടാന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്, സമാധാനിപ്പിച്ചു കൊടുത്തത്. അതെ. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുആബിനു അഹ്ലഹു ഫിൽ ഉമൂരിൽ ബൈത്തിയ്യ, വീട്ടിൽ നടക്കുന്ന പണികളിലെല്ലാം തങ്ങൾ സഹായിച്ചു കൊടുക്കും. എൻ്റെ മാതിരി ഇന്ന് തുന്നലല്ല. വറവൽ ബുഖാരി അനിൽ അസ്വദി റളിയല്ലാഹു അൻഹു ഖാല സഅൽതു ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ അഹ്ലിഹി, വീട്ടിൽ വന്ന് എന്ത് ചെയ്യും. ഫഖാലത് കാന ഫീ മിഹ്നതി അഹ്ലിഹി, വീട്ടിലെടുക്കേണ്ട പണിയിലും തങ്ങളും കൂടും. ഫൈദാ ഹദറത്തി സ്വലാ, നമസ്കാരം വന്നാ ഖാമയില സ്വലാ, പിന്നെ നിസ്കരിക്കലില്ല. പണിയിലാണ് നിർത്തി വെച്ചിട്ട് ഈ തീർന്നിട്ട് നിസ്കരിക്കാന്ന് പറയില്ല. മൗലൂദ് കഴിഞ്ഞിട്ട് നിസ്കരിക്കണ്ടെന്ന് ചോദിച്ചാല് അപ്പൊ മുസ്ലിയാർ പറഞ്ഞ് ഇഷാഖല്ല, ഇഷാ ബന്ധിക്കണമെന്നുണ്ടോ, അവൻ അങ്ങനെ ഹദീസിലില്ല. അതായത് ബാങ്ക് കൊടുത്തപ്പോ നിസ്കരിക്കാണ് വേണ്ടത്, മങ്കൂസ് കഴിക്കുക വേണ്ടി എന്നല്ലേ തർക്കം സദസ്സില്. അതെ, ഞാൻ പറഞ്ഞ അസ്സലാത്തുൽ അവ്വലിയൊക്കെ കൊത്തിഹാന്നുണ്ടാണ്, ഇല്ലല്ല ഇഷാ എന്ന് പറഞ്ഞിട്ടില്ല. അതിന് ഫത്തുൽ മറുപടിയും കൊടുത്തിട്ടുണ്ടല്ലോ. ബഅദുല്ലഹ്വാലിലായപ്പോ തങ്ങളെന്തോ ഷുഗലിലായി കുറച്ച് വൈകിയപ്പോ അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഓതിയെടുത്തോളം കിതാബില് ഇഷ ബന്ധിക്കണമെന്ന് അപ്പുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ എല്ലാ ദിവസവും ആദത്തും മാറ്റണ്ടേ. 12 മണിക്ക് എനിക്ക് ഇഷ മതിയല്ല. വഫീ ഹാദാ, അത് ഹദീസല്ലേ, തംബീഹിൽ ലിൽ ഉമ്മത്തി അൻ യസീറു അലാ ഹാദൽ കമാൽ, ഈ കമാലുമലാണ് ജീവിതം നയിക്കേണ്ടത് എന്ന് ഉമ്മത്തിനോട് പഠിപ്പിക്കുകയാണ്. വലാ യകൂനു മിൻ ജബാബിറത്തി റിജാൽ, ഈ പോക്കിരിത്തരം കാട്ടുന്ന പോലീസ് മോഡല് പുരുഷന്മാരുണ്ടല്ലോ, അവരാകാൻ പാടില്ല. ഖാസത്തൻ മഅൽ അഹ്ലി വൽ റിജാൽ. വലഖദ് ഔസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നിസാഇ ഖൈറാ, നിസായിനെ കൊണ്ട് ഖൈർ ചെയ്യണമേ എന്നെന്താക്കി തങ്ങൾ ഇടക്കിടക്കേ വസിയത്ത് പറയും. ഈ മുനാസബാത്തിൻ മുതഅദ്ദിദ, പല സന്ദർഭങ്ങളിലും. എന്നുവെച്ചാൽ എവിടെയാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത് അവിടെയൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. വഫീ മുജ്തമഅത്തിൻ ഖാസത്തിൻ മഅമ്മ,
ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഖാസാസനമാവട്ടെ ആമ്മ അറഫയിലൊക്കെ ധാരാളം ഉണ്ടാവുമല്ലോ, അത് ആമ്മാണ്. ففي الصحيحين عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال استوصوا بالنساء الحديث. ഇസ്തൗസൂ എന്ന് പറഞ്ഞാൽ ഞാൻ വസിയ്യത്ത് പറയുന്നുണ്ട്, അത് സ്വീകരിക്കണം. നേരെ പറഞ്ഞ വസിയ്യത്ത് ആവശ്യപ്പെടുന്നവരുണ്ടെന്നാണ്. പെണ്ണുങ്ങളെ കാര്യത്തിൽ തങ്ങൾ എന്തെങ്കിലും വസിയ്യത്ത് പറഞ്ഞതാ എന്ന് ആവശ്യപ്പെടണമെന്നാണ് ലഭ്യത്തിലുണ്ടായി. അപ്പൊ ഇവരാദ്യം എന്താക്കണം, പെണ്ണും കാര്യത്തിൽ കണക്കിലെടുക്കണം അല്ലേ? അതിനെന്താക്കി ഇവർ ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾ തേടിയ വസിയ്യത്ത് സ്വീകരിക്കണം എന്നർത്ഥം തേവീൽ കൊടുക്കുകയാണ്. في سنن الترمذي وابن ماجه أن النبي صلى الله عليه وسلم قال في خطبته يوم حجة الوداع കടാ ആ മുനാസബാത്തിന്റെ അലാ ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, അലാ ഇട്ടിട്ടാ തുടങ്ങിയത്. ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിസാഇന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് വസിയ്യത്ത് പറയുന്നുണ്ട്, അത് എന്ത് ഖൈറിനെ, അത് നിങ്ങൾ സ്വീകരിക്കണം. ഇനിയാണ് ഹദീസ് ഉമ്മു സറഹ എന്ന് പറഞ്ഞിട്ട് ഹദീസിൽ എൻ്റെ കിതാബിൽ വലിയ പ്രസിദ്ധിയാക്കപ്പെട്ട ഒരു ഹദീസായിട്ട്. അത് വ്യാഖ്യാനിക്കാനും പണിയാണ്, വ്യാഖ്യാനിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉമ്മു സറഹിന്റെ ഹദീസ് നമ്മൾ ശമായിൽ ഓതിയിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തത്, ഒരുപാട് ഗരീബായ അൽഫാദ് ഡിക്ഷണറി പറഞ്ഞാൽ ചില അൽഫാദ് കിട്ടുകയില്ല. കാരണം ഡിക്ഷണറിയിൽ ഗരീബായ അൽഫാദ് കുറയും. അതുകൊണ്ടാ ഉപയോഗശൂന്യമായ പണ്ട് കാലത്ത് പറഞ്ഞല്ലോ ഒഴിവാക്കിയിട്ട് ഡിക്ഷണറി ഉണ്ടാക്കുക. ഇപ്പം മുസ്താമല് ഉണ്ടാവുള്ളൂ. അപ്പൊ അധികം അച്ചടിക്കപ്പെട്ട ഡിക്ഷണറിയും ഖാമൂസെല്ലാം നോക്കിയാൽ എല്ലാ ഗരീബായ അൽഫാദും മിക്കവാറും ഉണ്ടാവില്ല. ഇതിൽ പറഞ്ഞത് കൊണ്ട് അറബി അൽഫാദ് തീർന്നു എന്നർത്ഥം വരില്ല. അത് സാധാരണ ഡിക്ഷണറി എന്താണ്, നിത്യോപയോഗമുള്ള കാര്യങ്ങളെ കൂടുതലായിട്ട് പറയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഡിക്ഷണറികൾ എന്താക്കാൻ കഴിയൂല, എത്തിമാത് ചെയ്തിട്ട് അർത്ഥം വെക്കാൻ കഴിയൂല. രണ്ട്, കുറെ മജാസാത്തുകളൊക്കെ പറയാം. ഈ മജാസാത്തിന്റെ പരസ്പരമുള്ള ഹരീത്തുമുള്ള ഹലാക്കത്ത് എന്താന്ന് ചിലപ്പോൾ തിരിയില്ല. മജാസാത്ത് എന്താണ്, ഒന്നൊന്നിനോട് ഉപമിച്ച് പറയുമ്പോൾ ആ പ്രയോഗത്തിൽ എന്താണ്. ഇപ്പൊ കാസർകോട്ടെ കോലു എന്ന് പറഞ്ഞാൽ മുനാസബത്ത് കണ്ടെത്തിയിട്ട് സ്വയം അത് വ്യാഖ്യാനിക്കാത്ത കാലത്തോളം തിരിയൂല. ചിലത് വ്യാഖ്യാനിക്കും, എപ്പോഴ് തിരിയാതെ വന്ന് എന്തെല്ലോ പിച്ചുമ്പയും പറയുമെന്ന് കാണുമ്പോൾ എന്താക്കുന്നറിയോ, ആ മുനാസബ് മജാസബ് പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞ് തവക്കലുകാരോട് അല്ലേ. അപ്പൊ പക്ഷിക്ക് ഭക്ഷണം കൊടുക്കലെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയാൽ എന്താക്കും, ചെറിയ ഇത്തരം കാണമുട്ടന്റെ മാതിരി രണ്ടും ഉണ്ടാ, ഇതെന്തിനാ ഇപ്പൊ പേപ്പ് കൊടുക്കും, ഇതെന്ത് കിട്ടിയിട്ടെന്താ കൊണ്ട് എന്നൊക്കെ ചോദിക്കുന്നത്. അതിനെന്താക്കി വയറൊട്ടിക്കൊണ്ട് രാവിലെ പുറപ്പെട്ട് വയറ് വിറച്ചുകൊണ്ട് വേഗത്തിൽ തിരിച്ചെത്തുന്നു എന്നെന്താക്കി വജുഹുശബഹ് പറഞ്ഞു. വജുഹുശബഹ് പറയാൻ പാടില്ല എന്ന് അസ്ലല്ല കലാമിന്റെ ആ മാധുര്യം നഷ്ടപ്പെട്ടു പോകും. അതിൽ കൂടുതൽ ആവർത്തിക്കുകയും ചെയ്യൂല. ആ പറഞ്ഞ പടങ്ങ് വിട്ടക്കണം. അങ്ങനെ കലാമിന് ചില പ്രത്യേകതയുണ്ട്. പക്ഷെ കൺഫ്യൂഷനായിട്ട് ഒന്നിക്ക് തീരെ തിരിയൂല, അല്ലെങ്കിൽ അർത്ഥം മാറ്റി വെക്കുന്ന അവസരത്തിൽ എന്താവും, പിഴവ് പറ്റും. ഇവിടെ ഒന്നാമത് മജാസ് കൂടിയത് കൊണ്ട് എന്താണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് തിരിയുന്നില്ല. മുഴുവൻ പറയൂല. ഇനിയൊന്ന്, ഇതിലെ സംസാര വിഷയം ഭർത്താക്കന്മാരെ മുഴുവനും കുറ്റം പറയണമെന്നാണോ, അല്ല ഗുണം പറയണമെന്നാണോ, അല്ല രണ്ടും കൂടി പറയാം എന്നാണോ? അത് ചിലർ പറഞ്ഞു ഭർത്താക്കന്മാരെ ഗീബത്ത് പറയാനായിട്ട് കുറ്റപ്പെടുത്താനായിട്ടാണ് ആ യോഗം വിളിച്ചത്. പെണ്ണുങ്ങൾ ജാഹിലിയ കാലത്തില്ലേ ആ യോഗം വിളിച്ചത് എന്ന് എവിടുണ്ട്, നബി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇടക്ക് ഗുണം കാണുന്നുണ്ടല്ലോ. ചിലതെന്താക്കും, ഗുണം മാത്രമേ പറയൂ, മറ്റോ ഗുണവും പറയും ദോഷവും പറയും. അതാണ് നബി ഇമാം ഇതിന്റെ ആമുഖം പഠിച്ചു വെച്ചാൽ ഭയം തിരിയും. അപ്പൊ മൂന്നും കൂടി, അത് രണ്ടും കൂടി മിക്സാക്കി കൊണ്ടാ പറയും. ഗുണം പറയാനുള്ള സ്ഥലത്ത് ഗുണം പറയും, കുറ്റം പറയാനുള്ള സ്ഥലത്ത് കുറ്റം പറയും എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരുപാട് ആളുകൾ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഖാദിഅയ്യാദ് പറഞ്ഞിട്ടുണ്ട്, അബൂബൈദ പറഞ്ഞിട്ടുണ്ട്, മുഹദ്ദിസീങ്ങളായ മുഹദ്ദിസീങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് നബിമാം എന്താക്കും അതിനാ. അപ്പൊ നമുക്ക് ചില അൽഫാദിൽ എന്താക്കും, നബിമാമിന് ഏറ്റവും അത് ഇലേ നടക്കുള്ളൂ. മറ്റുള്ള എന്നെ പരിധി പിടിച്ചാലേ നമ്മൾ തീർന്നു പോകും.
ഇനി നോക്കണേ, അതാ ഹദീസിന്റെ തുടക്കം എങ്ങനെയാണ്? ഇത് ആയിഷ ബീവി തങ്ങളോട് തുടങ്ങിക്കൊടുത്തു എന്നാണ് ഈ ഹദീസിലുള്ളത്. അല്ലേ, അന്ന് ആയിഷ കാലത്തുനിന്നല്ലേ അവര് ആയിഷ ബീബി പറഞ്ഞു എന്ന് നബിയല്ലേ കേൾക്കുന്നത്. അപ്പൊ ആ കിസ്സ പറയുന്നത് ആയിഷ ബീബിന്റെ ഓർമ്മയിൽപ്പെട്ട എന്താക്കി എടുത്തു പറഞ്ഞിട്ട് നബിനോട് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന നമ്മളെ വിഷയം. അതെ, ചില റിവായത്തില് നബി തങ്ങൾ അതിൽപ്പെട്ട ഒരു ലഫ്ള് തുടങ്ങി. അപ്പൊ ആയിഷ ബീബി പൊടികൂടി അത്യാവശ്യം പറയണം, പൂർത്തിയാക്കി പറയണം, അങ്ങനെ വ്യാഖ്യാനിച്ചു ചോദിച്ചു. നമ്മുടെ ഇന്ത്യൻ്റെ ലഫ്ള് എന്താ? ഇസ്തിമാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹദീസ് സൗജാത്ത് പറയുന്ന ഹദീസ്, അവർക്ക് രണ്ട് കൊടുത്താ സൗജാത്തുകൾ പറയുന്ന ഹദീസിലേക്ക് തങ്ങൾ ശ്രദ്ധിച്ചു എന്നല്ലേ പറയുന്നത്. അല്ല, എനിക്കിപ്പം നേരില്ല, എനിക്ക് ഉറങ്ങാനുണ്ട്, എനിക്ക് വേറെ പണിയുണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അത് അബിൽ മുലഹി ഹദീസ് എന്തിൻ്റെ ബിൽ മുലഹി എന്ന് തന്നെ കേട്ടാൽ രസകരമായത്. അൽഫക്കാഹാത്ത് ഏത് ശബ്ദം തന്നെ കേട്ടാൽ നല്ല കൗതുകം തോന്നുന്നത്. അവർക്ക് സന്തോഷമുണ്ടാക്കാനും മുലാത്തഫത്തൻ. അപ്പൊ ഇപ്പൊ ആയിഷ ബീബി ഹദീസ് പറയുന്നു, തങ്ങൾ ശ്രദ്ധിക്കുന്നു. ഇനി തിർമദീന്റെ ലഫ്ള വെക്കുന്നു, നമ്മളെ ശൈഖാനിയിലുണ്ട്. ആയിഷ ബീബി പറയുകയാണ്, 11 പെണ്ണുങ്ങന്മാർ ഒരുമിച്ചുകൂടി. ഏത് കാലത്ത്? ആയിഷബിന്റെ മുമ്പ്. ഇപ്പോ ജാഹിലിയ്യ കാലത്തുള്ള കിസ്സ ആയിഷ ബീബി കിട്ടിയതാണ്. തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. തങ്ങളെന്താ ഇങ്ങനെ രസിച്ചുകൊണ്ട് കേൾക്കണം പറയാന്ന്. എന്നിട്ടോ ഫതആഹദിന, അവർ കരാറ് ചെയ്തെന്താണെന്നറിയോ? ഫതആഖദിന അല്ലാ യക്തുംന മിൻ അഖ്ബാരി അസ്വാജിഹിന്ന, അവരവരുടെ ഭർത്താക്കന്മാരുടെ വാർത്തയിൽ നിന്ന് ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല. ഷൈഅൻ, ഇതാണ് ഇമാം പിടിച്ചത്. അഖ്ബാർ എന്ന് പറഞ്ഞാൽ എന്താക്കാം? ഗുണവുമാകാം ദോഷവുമാകാം. ഷൈഅൻ ഒന്നും. അപ്പൊ എന്താക്കണം? കുറ്റപ്പെടുത്തൽ മാത്രമല്ല, ഗുണം പറയലും മാത്രമല്ല, രണ്ടും കൂടി മിക്സ് ആണെന്ന് നബിമാമ വ്യക്തമാക്കണം. അത് ബാക്കി നടത്താതല്ലേ, എന്താ പിടിച്ച മൂപ്പറ്? അല്ലാ യക്തുംന മിൻ അഖ്ബാരി അസ്വാജിഹിന്ന ഷൈഅൻ. കണ്ടാ? അതാ അതെന്താക്കി? അലാ അല്ലാ യുഖ്ഫീന ഷൈഅൻ മിൻ അഖ്ബാരി അസ്വാജിഹിന്ന, ഈ 11 പെണ്ണുങ്ങന്മാരുടെ ഭർത്താക്കന്മാരുടെ ഖബറിൽ നിന്ന് മദ്ഹൻ ഔ ദമ്മൻ. കണ്ടാ? അപ്പൊ നബിമാമിന്റെ ഏറ്റവും അതനുസരിച്ച് അവിടെ ശർഹ് ചെയ്തു. മദ്ഹാവട്ടെ ദമ്മാവട്ടെ ബൽ യദ്കുർന ജമീഅ ദാലിക, എല്ലാം പറയണമെന്ന് പറഞ്ഞു. ചിന്തല്ലോ. അപ്പൊ ഫഖാലത്തിൽ ഊല, ഒന്നാമത്തെ പെണ്ണുങ്ങൾ പറഞ്ഞ്, സൗജി ലഹമു ജമലിൻ ഗസ്സിൻ അലാ റഅസി ജബലിൻ വഇദിൻ ലാ സഹ്ലുൻ ഫയുർതക വലാ സമീനൻ ഫയുൻതഖൽ എന്നാണ്. അപ്പൊ അത് കേട്ടതിന് മദ്ഹാണോ ദമ്മാണോ എന്ന് എന്താന്ന്? ഇത് എന്താന്ന്? തശ്ബീഹും ബലീഗാണ്. ഒന്നൊന്നിനോട് തശ്ബീഹാക്കുമ്പോൾ മുശബ്ബഹ് ഉണ്ടാകും, മുശബ്ബഹ് ബിഹി ഉണ്ടാകും, ആലത്തും ഉണ്ടാകും എന്നല്ലേ? അത് മൂന്നും കൂടെ കൂടുമ്പോൾ തശ്ബീഹ്. ആലത്ത് എടുത്തു കളഞ്ഞിട്ട് ഒരു മുബ്തദിയുടെ ഖബറുമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? തശ്ബീഹും ബലിയും. മുശബ്ബഹിന് എങ്ങനെ കളഞ്ഞ? മുശബ്ബഹ് ബിഹി മാത്രം പറഞ്ഞു. തലഅൽ ബദ്റു അലൈനാ, അത് ഇസ്തിആറത്ത്. ഇവിടെ എന്താ? സൗജീന്ന് മുബ്തദ പറഞ്ഞിട്ടുണ്ട്, അവരെ തശ്ബീഹാക്കിയത് ആരോട്? ലഹമു ജമലിൻ ഗസ്സിനോടാണ്. അപ്പൊ അന്ന് മുബ്തദി ഒന്ന് ഖബറാക്കുമ്പോൾ തശ്ബീഹും ബലീഗാണ്. അപ്പൊ അതിനെന്ത് വേണം? ഇത് ഇന്നോട് തശ്ബീഹാക്കാനുള്ള ഒരു കാരണം വേണം, ഒരു ജാമ്യം അല്ലേ? നോക്ക്, എന്റെ ഭർത്താവ് ആരാന്നറിയോ? ലഹമു ജമലിൻ, ഒട്ടകത്തിന്റെ ഇറച്ചിയാണ്. തിരിയുന്നുണ്ടാ? ഗസ്സിൻ എന്നാൽ ഒട്ടകണങ്ങ മെലിഞ്ഞ തോലും കൊട്ടായതാണ്. ആ ഇറച്ചി തിന്നിട്ടൊന്നും കാര്യമില്ല. ഇറച്ചിന്റെ സിഫത്ത് അത് തന്നെ അവിടെ കൊണ്ടുവച്ച് അലാ റഅസി ജബലിൻ വഅരിൻ, കേറിപ്പറ്റാൻ പ്രയാസമുള്ള മലന്റെ മുകളിൽ കൊണ്ടുവച്ച്. അപ്പൊ ലാ സഹുലുൻ ഫയുർതക, കയറാൻ വേണ്ടിയിട്ട് എളുപ്പമില്ല. വലാ സമീനുൻ, അപ്പൊ ഇറച്ചിക്ക് എത്ര സിഫത്തുണ്ട്? ഇപ്പോ 2. ഒന്ന്, ഒട്ടകം മെലിഞ്ഞ് തോലും കൊട്ടായ ഒട്ടകമാകുമ്പോൾ ആ ഇറച്ചിന്റെ കടമ്പെല്ലാം പോയിട്ടുണ്ട്. അതാണ് വലാ സമീനും ഫയുൻതഖൽ. പോയി നല്ല കിട്ടുമെങ്കിലല്ലേ പോണ്ടുള്ളൂ.
കഷ്ടപ്പെട്ട് കയറേണ്ടുള്ളൂ. പയുന്തക്കല എന്ന് പറഞ്ഞാൽ നവീമാം അർത്ഥം കൊടുക്കുന്നത് അത് എല്ലാവരും പോയിട്ട് വാങ്ങിയിട്ട് അവരവരെ പരിക്കേക്കും പാത്രത്തിലേക്ക് എത്തിക്കാൻ അത്രമാത്രം ഗുണമുള്ളൊന്നുമല്ല. കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. കണ്ട ഇപ്പം തിരിഞ്ഞാ. അപ്പൊ അയാളെ കൊണ്ട് വലിയൊരു ഉപകാരം കിട്ടുന്നുമില്ല. അയാളെ വലിയ മുത്തക്കബിറാന്ന് അയാളോട് പെരുമാറിയാലാവൂല എന്ന് ഭർത്താവിന് രണ്ടു തരത്തിൽ കുറ്റപ്പെടുത്തി. ഉള്ളതമ്മ അതായത് താനി അന്നഹ തുഷ്ബിഹു സൗജഹ ഫീ റദാഅതിഹി, ആ ഭർത്താവ് വളരെ മോശക്കാരനാണ് എന്ന വിഷയത്തിൽ തുഷബ്ബിഹു ബിലഹമി ജമലിൻ ഖസ്സിൻ. ഖസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷദീദുൽ ഹുസാൻ, നന്ന മെലിഞ്ഞ ഒട്ടകം. അപ്പൊ ഖസ് എന്നുള്ള ഒട്ടകത്തിന്റെ സിഫത്താണ്. അല്ലെങ്കിൽ ഖസ്സുന്നല്ല രണ്ടുണ്ടായില്ലേ? അല്ലെ ഇറച്ചിക്കെല്ലാം മരിച്ചില്ലെന്ന് ഭസ്മം അറിയൂലല്ല. അല്ല കായിനൻ അലാ റഈസി ജബലിൻ വഅദിൻ. വഅദ് എന്ന് പറഞ്ഞാൽ എന്താ? സഅബുൽ വുസൂലി ഇലൈഹി, അതിലേക്ക് കയറി പറ്റാൻ കഴിയൂല. അതാണ് ലാ സഹുലുൻ ഫയുർതഖ, കയറിപ്പറ്റാൻ എളുപ്പമുള്ളതല്ല. പിന്നെ കയറിപ്പറ്റി എന്നെ കൊണ്ടുപോയിട്ടുണ്ടോണ്ട് ഒരു ഉപകാരമില്ല. ഐ സഅബുൽ വൽ മഖ്സൂദ് അന്ന സൗജഹ മുതകബ്ബിറുൻ സയ്യിഉൽ ഖുലുഖീൻ. എൻ്റെ ഭർത്താവ് ഭയങ്കര കിബിറുകാരനാണ്, മോശ സ്വഭാവക്കാരനാണ്. ലാ യൂസലു ഇലൈഹില്ല ബിമസക്കത്തിൻ, അതിലേക്ക് വളരെ അപ്പം പൊന്തിയ മല പോലെ. വലാ യൻഫഉ സൗജതഹു ഫീ ഇശ്റത്തി വലാ ഫീ ഗൈരിഹാ, ഭാര്യമാർക്ക് ഒരു ഉപകാരം കിട്ടൂല. അപ്പം മുഴുവൻ ദമ്മായി. ഇനി കാലത്തി സാനിയത്തു, രണ്ടാമത്തെ പെണ്ണുങ്ങൾ പറഞ്ഞ് സൗജി ലാ അബ്സു ഖബറഹു, ഞാനൊന്നും പറയില്ല എന്നാണ്. എന്താണ്ട് പറഞ്ഞാൽ അയാൾ അറിഞ്ഞാൽ എന്താക്കും? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മക്കളില്ലാണ്ട് പോകുകൊണ്ട് ഞാനൊന്നും പറയില്ല. ലാ അബ്സു ഖബറഹു. എന്തുകൊണ്ട്? ഇന്നി അഖാഫു അല്ലാ അദറഹു. ഈ അല്ലാ അദറഹുവിന്റെ ലമീർ എടുത്തേക്കെന്ന് അയാളിലേക്കെന്നോ അയാളെ ഖബറിലേക്കെന്നാണ്. അതിലുള്ള ഹദീസുകൾക്ക് ഖിലാഫുണ്ട്. ഹൂവിന്റെ ലമീരല്ലേ, അത് ഹദീസിന് വലിയ വ്യാഖ്യാനമുണ്ട്. അപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും ഒഴിവാക്കേണ്ടവരെല്ലാം പറയേണ്ടി വരും. ധാരാളമുണ്ട്. അത് ഞാനൊന്നും പറയുന്നില്ല. ഇൻ അദ്കുറുഹു അദ്കുർ ഉജ്റഹു വമുജ്റഹു, അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എന്താക്കണം? അയാളുടെ രഹസ്യവും പരസ്യം എല്ലാം വരേണ്ടി വരും. എന്താ ഉജ്റ് ബുജ്റിന്റെ അർത്ഥം നോക്കട്ടെ. ലാ അൻഷുറു വലാ ഉൽഹിറു ഖബറഹു, ഞാനൊന്നും പ്രഖ്യാപിക്കൂല, അയാളെ ഖബർ പറയൂല. സുമ്മ അല്ലലത്ത് ദാലിക, ആ പറയാതിരിക്കാനുള്ളതുണ്ടല്ലോ നഫി. നഫിന്റെ ഇല്ലത്താ പറയുന്നത് ഇന്നി അഖാഫു അല്ലാ അദറഹു എന്ന് വെച്ചാലോ അദറന്ന് തന്നെ ഒഴിവാക്കലല്ലേ. ഇന്നി അഖാഫു അല്ലാ അത്റുക്കഹു, പറയേണ്ടി വന്നാല് അയാളെ ഒഴിവാക്കൂലെന്ന് ഞാൻ പേടിക്കുന്നു, എല്ലാം പറയേണ്ടി വരും. അതാ യാനി അന്നഹ തഖാഫു മിൻ ദിക്രിഹി അൻ യുതല്ലിഖഹ, ഇത് പറഞ്ഞായി എന്താകും? എന്നെ തലാക്കല്ലപ്പെടും. വയത്തരത്തബു അലാ ദാലിക ശിഖാഖു വൽ ഫിറാഖ്, വീട്ടിൽ കുഴപ്പങ്ങളും തന്നെ ഉണ്ടാവും. നീ അവിടെ പോയിരുന്നത് പറഞ്ഞില്ലേ അല്ലേ? വളിയാഉല്ലത്ഫാൽ, മക്കൾക്ക് പാടായി പോകും. ഒരർത്ഥം. വഖീല അൽമാന ഇന്നി അഖാഫു അല്ലാ അദറഹു ബഅദ ശുറൂഇ ഫീ ഖബരിഹി, ഭർത്താനം തുടങ്ങിയാല് എന്താകൂല, തീരൂല എന്നർത്ഥം. അത്ര അധികമുണ്ട്. അപ്പൊ ഇവിടെ ദമീർ എന്താക്കി? ഖബറിലേക്ക് മടക്കിയ രൂപമുണ്ട്, വ്യക്തിയിലേക്ക്. വൽ മുറാദു ബിൽ ഉജ്രി വൽ ബുജ്റ ഉയൂബുൽ ലാഹിറത്തു വൽ ഖഫിയ്യത്തു, അത് ഒരു ഖലീബായ ലഫ്ളാണ്. ഉജ്ർ ബുജ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യവും പരസ്യവും, എ ടു സെഡ് എന്ന് പറയും പോലെ. അപ്പൊ നിങ്ങളെ പറഞ്ഞു നിർത്തി. അപ്പൊ പരോക്ഷമായിട്ട് അയാൾക്ക് എന്തോ ഉണ്ടെന്ന് അല്ല, അതുകൊണ്ടല്ലേ തലാക്ക് പഠിച്ചത്. അയാൾ മദ്ഹ പറഞ്ഞെങ്കിൽ തലാക്ക് പഠിക്കണ്ടില്ലല്ലോ. ഇനി കാലത്തി സാലിസത്തു, മൂന്നാമത്തെ പെണ്ണ് പറഞ്ഞ് സൗജിൽ അശന്നകു ഇന്നന്തിഖു തല്ലഖ് വൻ അസ്ഖതു അല്ലഖ്, പ്രയോഗം തന്നെ കണ്ടില്ലേ? സൗജി എന്ന് പറഞ്ഞാൽ എൻ്റെ മാപ്പിള എന്താണ്? അൽ അശന്നഖ്, അശന്നഖ് എന്ന് പറഞ്ഞാൽ സയ്യിഉൽ ഖുലുഖി അസ്തഫീഹു, ഒന്നാമത് പൊട്ടപ്പോയത്തക്കാരനാണ്, സ്വഭാവം മോശമാണ്, ഒന്നും പറഞ്ഞാൽ തിരിയൂല. ഇൻ അന്തിക്ക്, ഞാൻ വല്ലതും ഉണ്ടിയാ ഉത്തല്ലക്ക്, തലാക്കിങ് വരും. വയൻ നസ്കത്ത്, മിണ്ടാതിരുന്നാൽ മുഹല്ലക്ക, എനിക്കൊന്നും കിട്ടൂല, എനിക്ക് മാപ്പിള ഇല്ലാത്ത കൊലത്തിലാണ്. മുഹല്ലക്കത്ത് വലാത്ത കൽ മുഹല്ലക്കത്തി എന്ന് പറയുന്നത്.
അതായത് ഭർത്താവുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. രണ്ടും സാധിക്കാനാണ് മുഅല്ലഖത്ത്. അപ്പൊ മുണ്ടാനും വയ്യ, മുണ്ടാതിരിക്കാനും വയ്യ. സംഗതി തിരിഞ്ഞല്ലോ. ഖാലത്ത് റാബിഅത്തു, നാലാമത്തെ പെണ്ണ് പറഞ്ഞെന്താ? സൗജി കലൈലി തിഹാമ ലാ ഹർറ വലാ ഖർറ വലാ മഖാഫത വലാ സഹാമത. അത് മദ്ഹബ് നമ്മൾ നോക്ക്. സൗജി എന്ന് പറഞ്ഞ എന്റെ ഭർത്താവ് കലൈലി തിഹാമ. തിഹാമ എന്ന് പറഞ്ഞ മക്ക. ഹിയ മക്കത്തുൽ മുകറമ വമാ ഹൗലഹാ മിനൽ ലഗ്വാർ. മക്കയും പരിസര പ്രദേശങ്ങളിലുണ്ട്. അപ്പോ തിഹാമന്റെ രാത്രി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വജുഹുശബഹ പറയുന്നത് തിഹാമന്റെ രാത്രി ലാ ഹർറ വലാ ഖർറ, അധികമായ ചൂടുമില്ല അധികമായ തണുപ്പുമില്ല. അപ്പൊ ഏസിയാണ്. ലാ മഖാഫത വലാ സഹാമത, എത്ര രാത്രി കഴിച്ചു കൂട്ടിയാലും ഒരു മടുപ്പ് വരുത്തോ അല്ല ഒന്നും പേടിക്കാനൊന്നുമില്ല. അപ്പൊ ഇയാളെ സ്വഭാവം നല്ല മീഡിയമാണ്. ചൂടോ തണുപ്പോ അധികമില്ല, പേടിക്കേണ്ടിയുണ്ടല്ല, കൂടെ പരിങ്ങാലും ബേജാറും ഇല്ലെന്നായി. കണ്ട? അപ്പോ അയാൾ എല്ലാ കാര്യത്തിലും ഇഫ്റാത്തും ഇല്ല തഫ്രീത്തും ഇല്ല എന്നാ പറഞ്ഞത്. മുസ്ലിമിലുള്ള അങ്ങനെ തന്നെ. അപ്പൊ ഇത് മദ്ഹായി. അപ്പൊ നല്ല മാപ്പിളയാണ്. ഖാലത്തിൽ ഖാമിസത്തു സൗജി ഇൻ ദഖല ഫഹിദ വഇൻ ഖറജ അസിദ വലാ യസ്അലു അമ്മാ അഹിദ. ഫസ്റട്ടാ, എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇൻദഖല പുറക്കേക്ക് വന്ന ഫഹിദ എന്ന് പറഞ്ഞ ഫഹദ് എന്ന് പറഞ്ഞാൽ എന്താ? പുലി എന്നർത്ഥം. ഈ ഫഹദിന് കിട്ടിയ സമയത്തെല്ലാം ഉറങ്ങുന്നു. അപ്പൊ എന്താ അയാൾ ഫഹിദ എന്ന് പറഞ്ഞ ഫഹദിനെ പോലെയായി ഉറക്കില്ല. അപ്പൊ ഇൻ ദഖല ഫഹിദ, പെരയിൽ വന്ന ഉറക്കേ ഉറക്കാം, വല്ലാത്ത ഉറക്കം. വൈൻ ഖറജ, പുറത്തിറങ്ങിയാലോ അസിദ, സിംഹമാവും. അപ്പൊ ശത്രുക്കൾക്ക് പേടിയും. യുദ്ധക്കളത്തിൽ ഇറങ്ങിയാലേ എന്നാ വലാ യസ്അലു അമ്മാ അഹ്ലി, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണോ, എത്ര ചെലവായിരുന്നോ എത്ര ഇതാണോ ഒന്നും ചോദിക്കൂല. അപ്പൊ ഇതിന് മധുഹമുണ്ട് ദമ്മുണ്ട്. എന്തല്ല, വീട്ടിലൊന്ന് വെറും ഉറക്കായ പിന്നെ ഒന്നിനും നേരില്ലല്ല. പുറത്ത് മാത്രം സിംഹാമും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ മുഖ്തസരില്ലേ? എന്റെ അടുക്കലേക്ക് വന്ന അയാളെ സിംഹാവും, പുറത്തിറങ്ങിയാൽ ഒട്ടകപ്പക്ഷിയാവും. എന്താന്ന്? ഒട്ടകപ്പക്ഷി ഒരൊച്ച കേട്ട ഒട്ടനെ പറക്കും പറ്റും പിടിച്ചിട്ട്. അപ്പൊ അയാളെ ധൈര്യം മുഴുവൻ എൻ്റെ അടുത്ത് വന്നാലാണ്. അപ്പൊ ഉറക്ക് പുറത്തിറങ്ങിയ അസദ് കേട്ടാ. അമ്മ അഹിദാനാ നോക്ക്. തൈനി അന്നഹു കൽ അസദ് ഫിൽ ഹുറൂബ്. എന്താ ഫഹിദാക്ക് മുപ്പർ അർത്ഥം പറഞ്ഞിട്ടില്ല, അറിയപ്പെടുന്നതുകൊണ്ട് പറഞ്ഞില്ല. ഫീ ഖുവ്വതിഹി വശജഅതിഹി, ശക്തി ധീരതന്റെ വിഷയത്തിൽ. ولا يسأل عما أهدانا عما علم في بيته من الطعام والشراب وغيرهما. വീട്ടിൽ നിന്ന് എത്ര ഭക്ഷണം വന്നു എത്ര ഭക്ഷണം പുറത്തു പോയി ചോദിക്കൂല. കാരണം ജൂദിഹി വകറമിഹി, അയാള് ഭക്ഷണം എത്ര കൊടുത്താലും അതിന് കണക്കും ചോദ്യമൊന്നും വെക്കൂല. അപ്പൊ അത് മദ്ഹാണ്. ആർക്ക് എത്ര കൊടുത്ത് എത്ര പൈസ എടുത്ത് എത്ര ചെലവായി ഒന്നും ചോദിക്കൂല. അപ്പൊ അതെല്ലാം ദാനധർമ്മത്തിലായിട്ട് പോകും. മദ്ഹുണ്ട് ദമ്മുണ്ട്. ഇനി ഖാലത്തി സാദിസ സൗജി ഇൻ അകല ലഫ വഇൻ ശരിബ ഇസ്തഫ വഇൻ ഇൽതജഅ ഇൽതഫ വലാ യൂരിജൽ കഫിൽ ഇൽമൽ ബസ്താൻ. ഭയങ്കരല്ലേ? എന്റെ ഭർത്താവ് പറയുന്നത് ഇന്നകല ലഫ, തിന്നാൻ തുടങ്ങിയാൽ മുഴുവനും തിന്നു, എനിക്കൊന്നും ബാക്കി വെക്കൂല. കണ്ടാ? വൈൻ ശരിബിൽ ഇസ്തഫ, കുടിച്ചയാളെ തുടച്ച് പൊടിച്ചിട്ട് കുടിക്കൂന്നാണ്, ഒന്നും ബാക്കി വെക്കൂല. അപ്പൊ തിന്നല് കുടിക്കല് മൂപ്പനാണ്. ഇനി വൈൽത്തജ, അങ്ങനെ കടന്നാലോ ഇൽത്തഫ, അയാൾ ചുരുണ്ട് പൊടിച്ചിട്ട് ഉറങ്ങും. വലാ യൂരിജുൽ കഫലി ഇൽമൽ ബസ്താൻ, അതിന് പല വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ കൊടുത്തു നോക്ക്. ഇൻ അകല ഔ ശരിബ ലം യുബിഖി ബഖിയത്തൽ ഇയാലിഹി, തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒന്നും ബാക്കി വെക്കൂല.
വലാ തഫഖദു ഹാല അഹ്ലിന മരിദിന അവിഷ്ടക്കൈന, രോഗമാണോ മറ്റെന്തെങ്കിലും വന്നാൽ എന്താ ഹാല് എന്ന് തൊട്ട് നോക്കുകയും ചെയ്യില്ല കേട്ടോ. വക്കീല കൈറു താലിക്ക എന്ന് വന്നതിന് എന്താക്കിയ ഹാഷ്യത്തിൽ ബാജുവല്ലേ നബീമാം അർത്ഥം വെച്ചിട്ടുണ്ട്. എന്താണ് ഓളെ സ്പർശിക്കുകയില്ല. ഇത് നല്ല മധുഹ, നിങ്ങൾ മധുഹം നോക്കിയിട്ടൊന്ന്. വളമ്പി ദേശം കൊടുക്ക കാര്യമാക്കി ചോദിച്ചാൽ പിന്നെ പെണ്ണും കണ്ടു പോകുന്നില്ല. അതപ്പം നമ്മൾ ക്ലാസ്സിലല്ല ഇവിടെ ഉള്ളത്. അതല്ല അന്ന് ആ സുന്നത്തില്ലല്ലോ, ഇപ്പോഴും ഇല്ലല്ലോ. അന്ന് അസുന്നത്തിന്റെ ഇടക്കാലത്ത് ഉണ്ടായിന്, ഇപ്പോഴും ഇല്ല. ഇപ്പൊ 40% ബാക്കിയാക്കി കുറച്ച് ടേബിളിന് കൊണ്ടുണ്ടാവും, കുറച്ച് കുണ്ടിലും ഉണ്ടാവും. അന്ന് നായ്ക്കും കൂടി തക്കാരുണ്ടല്ലോ, പോയി വെച്ചാൽ തിന്നാൻ വേണ്ടി നായി വരുമല്ല. ഇയാളെ ബുഖന്റെ കടുപ്പായി പറഞ്ഞത്. കാലത്തി സ്ഥാപിയത്തു, ഏഴാമത്തെ പെണ്ണ് പറഞ്ഞെന്താണെന്നറിയോ? സൗജി ഹയായാവു ഹയായാവു തബാഖാവു കുല്ലു ദാഇൻ ലഹു ദാഹു ശജ്ജകി ഔ ഫല്ലകി ഔ ജമഅ കുല്ലല്ലകി. എന്താ പറച്ചത്? സൗജി എൻ്റെ ഭർത്താവ് അയാജാവു, അയ്യിൽ നിന്ന് പിടിക്കുന്നു. അയ്യ എന്ന് പറഞ്ഞാൽ എന്താന്ന്? ക്ഷീണം, തളർച്ച, ഒന്നിനും അറിയില്ല. അയ്യൽ വറ ഫഹമു മഹനാഹു എന്ന് പറയില്ല. മാന കണ്ടുപിടിക്കലിനെ തൊട്ട് തളർന്നു പോയി. അപ്പൊ അയാജാവു എന്ന് പറഞ്ഞാൽ അയാൾക്കൊന്നും കഴിയൂല എന്ന് വെച്ചാൽ ആജിസുൻ അൻ ഇഹ്കാമി ഉമ്മൂരിഹ ഉമ്മൂരിഹി വ തദ്ബീരിഹ, അയാളെ സ്വന്തം കാര്യം നടത്താനോ തദ്ബീറാക്കാനോ അയാൾക്ക് സാധിക്കൂല. മഹാബുദ്ധിയാണ്, അയാൾക്ക് ബുദ്ധിസാമർത്ഥ്യം കുറവാണ്. നമുക്ക് ഇപ്പൊ റേഷൻ കടയിൽ പോകുമ്പോൾ നമുക്കറിഞ്ഞൂടാം. അപ്പൊ അയാജാകുന്നു. ഇനി ഹയാജാവു എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പിടിച്ചതാണ്. എല്ലാ വഴികേടും ഉണ്ടെന്നു. കയ്യ അപ്പൊ എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്യും. തബാക്കാവു എന്ന് പറഞ്ഞാൽ എന്താ? മഹാബുദ്ധിയാണ്, ബുദ്ധി കൊണ്ടൊന്നും പ്രവർത്തിക്കാൻ കഴിയൂല. അപ്പൊ സൗജി ഹയാജാവു തബാക്കാവു എന്ന് മൂന്നെണ്ണം പറഞ്ഞു. അവിടെ ആ വിട്ടിട്ടാ പറഞ്ഞത്. അത് റിവായത്തിന്റെ വ്യത്യാസമാണെന്ന് പോലെ രണ്ടും ഉണ്ട് എന്ന് വരുത്തിച്ചാണ് ചില റിവായത്തിലുള്ളത്. ഒന്നിക്കൽ അയാജാകാണോ അല്ല ഹയാജാകാണോ എന്ന് വായിക്കുന്ന നിഷ്കാലാക്കണ്ടെന്നാ പറയും. വെബുത്തൊന്നാണല്ലോ. ഇപ്പൊ അയിനൊരു പുള്ളിയിട്ട ഇതായില്ലേ, ഒറ്റ ഒരു പുള്ളിന്റെ വ്യത്യാസമല്ലേ. അപ്പൊ രണ്ടും ഉണ്ടെന്നാ പറയുന്നത്. നമ്മ ഇമാമ് റഹ്മത്തുള്ളാഹി കൊണ്ടുപോയത് രണ്ടും ഉണ്ട്. അപ്പൊ അവന്റെ അർത്ഥം ഇല്ല. 3 ദിവസം കുല്ലു ദാഇൻ ലഹു, രോഗമായ രോഗം കണ്ടല്ല അയാൾക്കുണ്ട്. അവൻ നിത്യരോഗിയാണ്. രോഗത്തിന്റെ പല വിവരങ്ങളുണ്ടല്ലോ, അതല്ല ഇയാൾക്കുണ്ട്. ഇനി സജ്ജക്കി എന്ന് പറഞ്ഞാൽ തല അടിച്ച് പൊട്ടിക്കും. സജ്ജ എന്ന് പറഞ്ഞാൽ തല പൊളിക്കുക, അടിച്ചിട്ടോ കല്ലുകൊണ്ട് കുത്തിയിട്ടോ ആയുധം ഉപയോഗിച്ചിട്ടോ. ഫല്ലക്കി എന്ന് പറഞ്ഞാൽ പല്ല് പൊരിക്കുക, അല്ലെങ്കിൽ കയ്യും കാലും മുറിക്കുക എന്ന് അർത്ഥമുണ്ട്. അപ്പൊ അംഗവൈകല്യം വരുത്തുന്നു, അടി തുടങ്ങിയല്ലേ. അല്ലെങ്കിലോ സജ്ജക്കി ഔ ഫല്ലക്കി അല്ലേ പറഞ്ഞു. ഔ ഇട്ടിട്ട് ഔ ജമാ കുല്ലലക്കി രണ്ടും കൂടി ഉണ്ടാവുന്നു. തബാഖാന്റെ അഹമ്മക്ക് ഇതജിത്തമാഅത്ത് അലൈഹി ലുമൂറു ഫലാ യഹ്തദി ലഹ, കുറെ കാര്യം ചെയ്യേണ്ടി വന്നാൽ എന്താ ചെയ്യേണ്ടി പിടുത്തം കിട്ടൂല. അതാ തബാഖാവും. അപ്പം ഫുള്ള് ദമ്പ് തന്നെ. കാലത്ത് സാമിനത്തു, എട്ടാമത്തെ ആള് പറഞ്ഞെന്താ? സൗജി അൽ മസ്സു മിൻ മസ്സു അർനബ് വൽദീഹു ദീഹു അർനബ്. തീർന്നു. സൗജി എന്ന് പറഞ്ഞാൽ എന്താ? അൽ മസ്സു, തൊട്ടാല് മസ്സു അർണബ് എന്നിട്ട് മുയലിനെ തൊടുമ്പോലുണ്ട്. അപ്പൊ നല്ല മാർദ്ദവമുള്ള ശരീരം. മുയലിനെ തൊട്ടാല് നല്ല പതുണ്ടാവുമല്ല. വരീഹു, അയാളെ വക്കുന്ന അടിച്ചു വീശുന്ന വാസനയോ ദീഹു സർണബ്, സർണബ് എന്ന പുഷ്പത്തിന്റെ മണമാണെന്നുണ്ട്. കുപ്പായത്തിനും വസ്ത്രത്തിലെല്ലാം ഒക്കെ ഉണ്ടാകും. നല്ലോണം അത്തറും മെലും തേച്ചിട്ട് നല്ല മണം ഉണ്ടാകും. അത് ഫഹിയ തംദഹു ബിഅന്ന മസ്തഹു കമസ്സിൽ അർണബി ഫിൽ ലീനി വന്നുഹൂമ, മാർദ്ദവത്തിന്റെ വിഷയത്തിൽ അർണബിനെ തൊട്ട പോലെ. ജർണബിന്റെ മണം പോലെ നല്ല പരിമളമുള്ളതാണെന്ന്. അതൊരു ചെടിയാണ് ഇത് ജർണബ്. അതിന് പുഷ്പത്തിന് നല്ല മണമായിരിക്കും. അപ്പോൾ ഇവിടെ മദ്ഹാണ്.
ഖാലത്തി താസിഅത്തു ഒമ്പതാം പെണ്ണ് പറഞ്ഞ് സൗജി റഫീഉൽ നിമാദി തവീലുൻ നിജാദി അലീമുർ റമാദി ഖരീബുൽ ബൈത്തി മിന്നാദിൻ. എന്താ എൻ്റെ ഭർത്താവായിരുന്നു റഫീഉൽ ഇമാദ് എന്ന് തന്നെ. സാധാരണ തൂണിനാണ് ഇമാദ് എന്ന് പറഞ്ഞാൽ അസ്സലാത്തു ഇമാദുദ്ദീൻ, തൂണ് എന്ന് പറഞ്ഞാലോ അവരുടെ തറവാട്ടിലുള്ള പിതാക്കന്മാരും മറ്റൊക്കെ ഉന്നതന്മാരാണ്. അതാ കിനായത്തുൻ ഹസബിഹി വശറഫി നസബിഹി, കുടുംബവും തറവാടും ഉന്നതമാണ്. അപ്പം അത് ഹൈ. തവീലുൻ നിജാദ് എന്ന് പറഞ്ഞ നജാദ് എന്ന് പറഞ്ഞാൽ വാളിടുന്ന ഉറക്കാൻ പറയില്ലേ അല്ലേ? അതാണ് മുഖ്തസറിൽ പറഞ്ഞില്ലേ, ലാസിമിന്റെ ലാസിം കൊണ്ടല്ല അർത്ഥമൊക്കെ ഉണ്ടാവും. അപ്പം നജാദ് എന്ന് പറഞ്ഞാൽ ഉറയിൽ വാളിടുന്ന ഉറയില്ലേ, ആ ഉറക്ക് നീട്ടം കൂടിയെന്ന് പറഞ്ഞാൽ അപ്പം വാളിന് നീട്ടം കൂടിയിട്ടുണ്ടാവും. ഈ ഉറയും വാളും തമ്മിൽ യോജിപ്പില്ലെങ്കിൽ ഒന്നിക്കൽ ലൂസാകും അല്ലെങ്കിൽ പിടിക്കൂലല്ലോ. അപ്പം വാള്, അപ്പൊ ഇയാള് ആ വലിയ വാളെടുക്കണമെങ്കിൽ അയാൾക്ക് പൊക്കം കൂടെ ഉണ്ട്. അപ്പൊ ലാസിമിന്റെ ലാസിമിലേക്ക് പോയി തവീലുൻ നജാദ് എന്ന് പറഞ്ഞു. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉപ്പാരൊരു ഒരു വയല് പറഞ്ഞാൽ ആ വയല് കേട്ടവാൾ എൻ്റെ കുപ്പായ ലൂസായി പോയി. എന്താ ഞാൻ വായന? കുപ്പായ ലൂസാകുന്ന ഞാൻ വലിയ നല്ല കുപ്പായ ചെറുതായില്ലേ, അടിച്ച കുപ്പായ അങ്ങനെ തന്നെ ഉണ്ടായില്ലേ. എന്നാള് വേറോട് പറഞ്ഞു അന്നു ഈ ഇല്ലിപ്പോൾ ഹജമാംസ രസായനത്തിനെ പറ്റി ആലോചിച്ച് പറഞ്ഞ മൊയ്തീൻകുട്ടി വൈദ്യര ഇത്തരം ഹജമാംസ രസായനം ഇന്ന് ലോകപ്രസിദ്ധമാണെന്ന് പറയും. അത്രയും സത്യസന്ധമായി ഉണ്ടാക്കുന്ന കട്ടിപ്പുറത്തോടെ ഒരു സ്നേഹിതന് വന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു ബോട്ട് കഴിച്ച് നോക്കുമ്പോൾക്ക് ബാനിയൻ്റെ തുന്നലിനെ പൊട്ടാൻ തുടങ്ങിയിരുന്നു. എന്താർത്ഥം? തടി കൂടി ഇപ്പം പനി പിടിക്കുന്നില്ല, അപ്പോൾ തൊട്ടൊട്ടൊട്ടോണ്ട് തുന്നു പൊട്ടുന്നു. അപ്പൊ ലാസിമിന്റെ ലാസിം അർത്ഥം വെക്കും. അപ്പൊ തവീലുൻ നജാദ് എന്ന് പറഞ്ഞാൽ വാറിന്റെ വട വലുതായി, അതുകൊണ്ട് വാള് വലുതായി, അയാൾക്ക് അത്ര ഉണ്ട് പൊക്കുണ്ട് എന്നായി. കേട്ടാ, അതാ തസിഫുഹു ബിതൂലിൽ ഖാമത്തി വൻ നിജാദ്. നജാദ് എന്ന് പറഞ്ഞത് ഹമാഇലു സൈഫ്, വാളിന്റെ ഉറ. അപ്പൊ ഫത്തബീലു യഹ്താജു ഇലാ തൂലി ഹമാഇലി സൈഫിഹി. തബീലായ ആളാകുമ്പോൾ അയാൾക്ക് വാളിന്റെ ഉറക്കും നീട്ടം കൂടണല്ലോ. വൽ അറബ് തംതഹു ബിദാലിക, അറബികൾ അതുകൊണ്ട് മദഹായിട്ടാ പറയുന്നത്. തബീലുൻ നജാദ ഇല്ലേ. ഇനി അലീമുർ റമാദാണ്, ധാരാളം വെണ്ണീരുണ്ട്. എന്തുകൊണ്ട്? വെണ്ണീര് വെറുതെ വെറു കത്തിക്കല. പണ്ട് എത്തിഹാനിൽ ഉണ്ടായിരുന്നു വെറു കത്തിക്കല്. രാവിലെ തുടങ്ങിയ കത്തിക്കൽ എന്താക്കുക, ഇടവേള ഇന്റർനെറ്റ് വലിയ ഉറങ്ങിയ വറങ്ങിനെ വെച്ചുകൊടുക്കുക, കത്തുക. എന്തുണ്ട്? അടുത്ത ചാപ്പാടാക്കുമ്പോ എന്താ അടുപ്പിൽ ഊതന്റെ പണി ലഭിക്കാൻ. ഞാനത് പിടിച്ചു വെച്ച് അവൻ മുഴുവൻ ആകാക്കളായി. ഉറങ്ങുമ്പോൾ ഉണ്ടാവും ഞാൻ ചോദിച്ച പാരസ്യാക്കളെ ആരാധിക്കുന്ന തീയായിക്ക് കത്തലാക്കിയിട്ട് ഗെയിമൊക്കെ ആക്കി ചിലപ്പോൾ ഭക്ഷണം എന്നാലും കത്തിക്കാൻ വിറകെടുത്തോണം ഇങ്ങനെ വെക്കുക കത്തിക്കാൻ എന്തായാലും മനസ്സിൽ നടക്കുന്നു. ഈ റമാദ് എന്ന് ധാരാളം വിരുന്നുകാർ വരും. ഭക്ഷണമാക്കും തോറും വെണ്ണീര് കൂടും. അതിന്റെ ലാസിമതാണ്. അപ്പൊ അലീമുർ റമാദ് എന്ന് പറഞ്ഞാൽ എന്താ ഈ അർത്ഥം? തസിഫുഹു ബിൽ ജൂദി വ കസറത്തിൽ ലിയാഫ. ലിയാഫത്ത് ധാരാളമുണ്ട് കേട്ടോ. മിനൽ ലുഹൂമി വൽ ഖുബ്സി, ഇറച്ചികളും റൊട്ടികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ധാരാളം കതിഫയക്സുർ ബുഖൂദുഹു, അപ്പം വിറക് അധികം വേണം. ഫയക്സുർ മാദുഹു, വെണ്ണീരധികം ഉണ്ടാവും. അതിൽ ഞാൻ ഇനി കരീബുൽ ബൈത്തി മിനൻ നാദ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വേദിക്കാണ് നാദി എന്ന് പറയുന്നത്. അസംബ്ലിയിലും ചേരുന്നത് അവിടെ ആയിരിക്കും ഇപ്പം അടുത്ത് പരാതി. എന്തിനാന്ന്? ആടെ ധാരാളം ആളുകൾ കൂടുമ്പോൾ വേഗം ചായയും ചോറല്ലോ അടുത്ത പുറത്തുനിന്നല്ലേ കൊണ്ടു കൊടുക്കില്ലേ. അത് ആ സൗകര്യത്തെ മാനിച്ചിട്ട് എന്താക്കി അയാളെ പോലെ അടുത്താന്ന്. അല്ലാണ്ട് അങ്ങ് ദൂരത്ത് പോയി ചായ കൊണ്ടിട്ടെന്ന് പറഞ്ഞാലാവോ? അതെ, പള്ളിൻ്റെ അടുത്തുനിന്ന്. അപ്പൊ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന നാദി എന്ന് പറഞ്ഞാൽ നാദി മജ്ലിസുൽ ഖൗമി ഫഹിയ തസിഫു സൗജഹാ ബിൽ കറമി. ആക്കെല്ലാം ഔദാര്യം ചെയ്യുന്ന ഭർത്താവാണെന്നാ പറഞ്ഞത്. ലിഅന്നഹു ലാ യഖ്റുബുൽ ബൈതു മിനൻ നാദി ഇല്ലാ മൻ സിഫത്തുൽ കറം. ഒരാളെ സിഫത്ത് കറമാണെങ്കിൽ എന്താക്കും? ആളുള്ള സ്ഥലത്തേക്ക് താമസാക്കുള്ളൂ. അല്ലെങ്കിൽ എന്താക്കും? പള്ളിയിൽ ആൾ വന്നിട്ട് ചോറ് വേണം, ചായ വേണം എന്നിങ്ങനെ പറയൂലേ. അപ്പൊ ഫുൾ മദ്ഹാണ്.
ഖാലത്തിൽ ആശിറത്തു, പത്താമത്തെ ആള് പറഞ്ഞ്, സൗജി മാലിക്കുൻ, എൻ്റെ ഭർത്താവ് മാലിക്. ഒമാ മാലിക്കുൻ, ആരാന്ന് മാലിക്കെന്നറിയോ നിങ്ങള്? മാലിക്കുൻ ഖൈറും മിൻ ദാലിക എന്ന് പറഞ്ഞു. മേൽ പറയപ്പെട്ട എല്ലാത്തിനേക്കാളും ഖൈറാണ്. ദാലിക്കാൻ ഇശാറത്ത് ഏതാ? ഈ റഫീഉൽ ലിമാദു എന്നെല്ലാം പറഞ്ഞില്ലേ, അതിനേക്കാണ് വലിയ ആളാണ്. എന്താണ്? ലഹു ഇബിലുൻ കസീറാത്തുൽ മബാരിക്, അദ്ദേഹത്തിന് ഒട്ടകമുണ്ട്. മബാരിക് എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തിരിങ്ങനെ റെസ്റ്റെടുക്കുന്ന സ്ഥലത്തിനാ പറയാം മബാരിക്ക്. ഒട്ടകം മുട്ടുകുത്തിയും ഭരിക്കാം. അപ്പുറം കലീലാത്തുൽ മസാരി, മേച്ചിൽ സ്ഥലം കുറവ് വന്നു എന്ന് പറഞ്ഞാലോ, അയാളെ വീട്ടും മുറ്റത്ത് തന്നെ ഒട്ടകത്തിനെ തളച്ച് കെട്ടിയിട്ടുണ്ട് എന്നായി ധാരാളം സ്ഥലത്ത്. അപ്പൊ മേയ്ക്കാൻ പൊട്ടിയ ഞാൻ പെട്ടെന്ന് പിടിക്കാൻ കിട്ടൂലല്ലോ. അതാ കുറെ ഒട്ടകമുണ്ട് ഉണ്ടല്ലോ. കസീറാത്തുൽ മബാരിക്ക്, മുട്ടുകുത്തിയ സ്ഥലങ്ങൾ ധാരാളമുണ്ട്. പിന്നെ മസാരിഹ് എന്ന് പറഞ്ഞാൽ സറഹ മഹീന തസ്റഹൂൻ, മേയ്ക്കല്. അപ്പൊ മേയ്ക്കല് കുറവാണ്, അതിനർത്ഥം അത് ചാവാളിയാന്ന് അർത്ഥമില്ല. ഇതാ സമീന സൗത്തൽ മിസ്ഹർ, ഈ വീണയുടെ ശബ്ദം അത് ആഴ്ചങ്ങൾ കേൾക്കൂ ഈ ഒട്ടകം. ഇതാണ് ഐകന്ന അന്നഹുന്ന ഹവാലികൂൻ, അപ്പൊ അതിനുറപ്പായി നമ്മളിവിടെ അർക്കപ്പെടും. എന്തായി പറഞ്ഞത്? വിരുന്നുകാർ വരുമ്പോൾ എന്താക്കും, അവർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പാട്ടെല്ലാം പാടി സ്വീകരിക്കുമ്പോൾ, അപ്പൊ അതിൽ നിന്നെന്താക്കും, ഈ ശബ്ദം ഈ ഒട്ടകങ്ങൾ കേൾക്കും. ഒട്ടകങ്ങൾ കേൾക്കുമ്പോൾ കുറെ വിരുന്നുകാർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അർക്കൽ ഉറപ്പായി. ഹാലിക്കിന്റെ ജമ്മാണ് ഹവാലിക്ക്. ഹാരിജ് ഹവാരിജ് അർക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചത്. അപ്പം തന്നെ പരതിപ്പിക്കാണ്ട് കണ്ട ജൂത്. അപ്പൊ സംഗതി തന്നെയാണ്. എന്തൊരു പറച്ചിൽ ആദിപ്പിത്. അതാ തേനി അന്നലഹു ഇബുലൻ കസീറൻ, ധാരാളം ഒട്ടകമുണ്ടെന്ന് അതെങ്ങനെ പറഞ്ഞു. ഫഹിയ ബാരിക്കത്തും ബിഫിനാഇഹി, അത് മുഴുവനും അയാളുടെ മുറ്റത്ത് തന്നെ പരിസരത്ത് തന്നെ മുട്ടുകുത്തി കിടക്കുന്നുണ്ട്. ലാ യുവജ്ജിഹുഹാ തസ്റഹു, അതിനെ മേയ്ക്കാൻ കൊണ്ടുപോകില്ല. ഇല്ല കലീലൻ, കുറച്ചല്ലാണ്ട് കതിർ നറൂറത്തിയാൻ, ആവശ്യമുള്ള കതിർ അപ്പൊ പട്ടിണിയാന്നില്ല. അത് ഷർഹ് മുസ്ലിം ഇഷ്കാലാക്കിയിട്ടുണ്ട്. ചിലർ പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ മെലിഞ്ഞ ഒട്ടക്കാണെങ്കിൽ ഇഷ്ടം പോലെ തിന്നാൻ കഴിയൂലല്ലോ എന്നാലും പറഞ്ഞത്. തീരെ പട്ടിണി കൊടുക്കുന്ന അതിന് അർത്ഥമില്ല. അമ്പയെ മേയിച്ചിട്ട് കൊണ്ടുവരും. അതാ ഫൈദാ നസല ബിഹിൽ ലീഫാൻ, വിരുന്നുകാർ വന്നാൽ കാനത്തിൽ ലിബിൽ ഹളറക്കൻ, അപ്പൊ അറുക്കാനുള്ള ഒട്ടകം അവിടെ റെഡിയുണ്ട്. ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ മതി. പാല് കറന്നെടുത്തിട്ടും ഇറച്ചി മുറിച്ചെടുത്തിട്ടും എന്താക്കും, അറുത്തിട്ടും വിരുന്നാക്കും. ഇനി മിസ്ഹർ എന്ന് പറഞ്ഞത് വയുദുരിബുലഹുമിൽ മിസ്ഹർ വൽ മആസിഫ്, പാട്ട് പാടലില്ലേ. അത് വിരുന്നുകാർ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പാട്ട് വെക്കുമ്പോൾ പറമ്പുള്ള പള്ളിയിൽ കാണിച്ചിട്ട് ദപ്പ് മുട്ടിയിട്ട് ഉടനെ പറയുന്നില്ലേ സലവാത്തോൻ തസ്ലീം എന്നിട്ട് അറബിക്കലല്ല പാടുന്നു. അതെ. ഈ മിസ്ഹറിന്റെ ശബ്ദം ഒട്ടകങ്ങൾ കേട്ടാൽ അലിമത്ത് അന്നഹു ഖദ് ജാഅഹു ലീഫാൻ, വിരുന്നുകാർ എത്തിയിട്ടുണ്ട് എന്ന് തിരിയും. വിരുന്നുകാർ എത്തുമ്പോൾ നമ്മളെ കറക്കലോ അറുക്കലോ ഉണ്ടാവും നമ്മളെ സമയം. അപ്പൊ അന്നഹുന്ന മൻഹൂറാത്തുൻ ഹവാലിക്കു, ഇവിടെ ഹുവലക്കെന്ന് വെച്ചേക്കട്ടെ. ഹവാലിക്ക്, ഹാലിക്കിന്റെ ജമ ഹവാലിക് അതൊന്നില്ലേ. ഇനി ഒരാളെ ബാക്കിയുള്ള അതിലപ്പം കിണി. കാലത്തിൽ ഹാദിയത്തു അശറ, 11ാമത്തെ പെണ്ണ് പറഞ്ഞു. അതോടെ യോഗം തീർന്നേ. സൗജി അബൂസർ, എൻ്റെ ഭർത്താവ് അബൂസർ ആണ്. അയാൾ ഓമന പേരാണത്. എന്നിട്ട് ചോദിക്കുന്നത് ഒമാ അബൂസർ, അബൂസർ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ എന്നാണ് അയാൾ പറയുന്നത്. അനാസ മിൻ ഹുലിയ്യി ഉദുനയ്യ, മിൻ ഹുലിയ്യിൻ ഉദുനയ്യ. അനാസാന്റെ മഫ്ഊലാണ് ഇത് ഉദുനയ്യ. അപ്പൊ മിൻ ഹുലിയ്യി എന്നല്ല, മിൻ ഹുലിയ്യിൻ ഉദുനയ്യ. ആഭരണത്തിനാൽ എൻ്റെ കാതുകൾ രണ്ടും അങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങി. അപ്പം ധാരാളം അടിക്കത്തും കൂടുതലിട്ടിട്ട് വർത്തമാനം പറയുമ്പോൾ പെണ്ണുങ്ങൾ എന്താക്കും, ഒന്നുണ്ടെന്ന് കാണിക്കാൻ കൊണ്ട് ഒന്നിങ്ങനെല്ലാക്കും. പാട്ടെല്ലാം പടം തോന്നിങ്ങനെ ഇവിടെ ഉണ്ടെന്ന് കാണണ്ടേ. അപ്പോൾ എൻ്റെ കാതിൽ ധാരാളം ആഭരണം കണിയിച്ച് ഒന്നൂന്നായി. അനാസാന്ന് പറഞ്ഞാൽ തഹറക്ക, ഒച്ചപ്പാടാക്കി, കുലുങ്ങി. മിൻ ഹുലിയ്യിൻ, ആഭരണത്തിനാൽ ഉദുനയ്യ, രണ്ട് ചെവി.
എവിടെന്ന് നടത്തിയിട്ടില്ല. ഇല്ലപ്പ 7 നമ്പറല്ലേ? വമഅനാഹു ഹല്ലാനി ഖുർതതൻ വശുനൂഫൻ. കണ്ടോ, എനിക്ക് ചെവിയിൽ അണിയാനുള്ള ആഭരണങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ചമയിച്ചു എന്നാണ്. ധാരാളമുള്ള കെയ്യും കാലനക്കും എന്താകും, ഈ ആഭരണങ്ങൾ കൂട്ടിമുട്ടും അലിക്കത്തല്ലിങ്ങനെ. അപ്പോൾ ധാരാളം സ്വർണ്ണ ആഭരണങ്ങൾ എൻ്റെ കാതിൽ അണിയിച്ചിട്ടുണ്ട് അയാൾ. അപ്പോൾ നല്ലത്. നല്ല കൊഴുപ്പിനാലെന്താക്കി എൻ്റെ 2 തോളും നിറച്ച്. അത് ഇതല്ല, കൈയുടെ ഭാഗം എന്താണ്, ഇത് കഫ്, ഇത് ഇത് അലുദ് ഇതല്ലേ. ഈ അലുദ് നല്ല മസിൽസ് വന്നെന്ന് അർത്ഥം. അപ്പൊ അലുദ് എന്ന് മാത്രമല്ല, ജുസ് പറഞ്ഞിട്ട് കുല്ല് മുറാദ് എന്ന് ഇമാം നവവി റളിയല്ലാഹു നല്ലോണം ഭക്ഷണം തിന്ന് നല്ല തുയിറ്റിച്ചിട്ട് എന്താക്കി പോറ്റിയിട്ടുണ്ട്. ഐ അന്നഹ സമിനത്ത് ഇൻദഹു വമലഅത്ത് ഷഹമാൻ. അയാള് എന്നെ കെട്ടിയത് മുതൽ എനിക്ക് നല്ലോണം തിന്നാൻ തന്നിട്ട് എന്താക്കിയെന്നറിയോ, ഷഹമാല് നല്ല പൊഷി ഉണ്ടായി തീർന്നു അല്ലേ. ഇനി വബജ്ജഹനി, എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച്. ബജ്ജഹ ഐ ഫർറഹനി. എന്നിട്ടോ ഫബജിഹത്തിലയ്യ നഫ്സ്, എൻ്റെ നഫ്സ് തന്നെ സന്തോഷമായി മാറി. സന്തോഷ ആധിക്യത്താൽ എന്തായി, നഫ്സ് തന്നെ സന്തോഷമായി മാറി. അല്ല എൻ്റെ അടുക്കല്ല, എൻ്റെ നഫ്സ് തന്നെ വലിയൊരാളായി മാറി. വജദനി, എന്നെ അത് കിട്ടുമ്പോൾ എൻ്റെ ഹാലെന്താണെന്നറിയോ, വജദനി ഫീ അഹ്ലി ഉലൈമത്തിൻ ബിശക്കിൻ. ഷക്ക് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൻ്റെ സ്ഥലമാണെന്നാണ് നവൈമാമ വ്യക്തമാക്കിയത്. ഒരു നാട് അല്ല, ഒരു മലയുടെ മേച്ചിൽ സ്ഥലത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എന്നുണ്ട്. അത് രണ്ടും വൈരുദ്ധ്യമില്ല, ആ നാട്ടിൽ അതിനുണ്ടാവും. അപ്പോൾ എൻ്റെ ആ പെണ്ണിൻ്റെ ഫലക്കാരാണ് ഹുനൈമത്ത്. കുറച്ചാട്ടും കൂട്ട തസ്മീറല്ലേ ഹുനൈമത്ത്. എവിടെ? ബിഷക്കിൻ, ഒരു മലയിടുക്കിൽ ഷക്ക് എന്ന നാട്ടിൽ ഒരു നാട്, അല്ലെങ്കിൽ ചെറിയൊരു മലന്റെ ഭാഗത്ത് കുറച്ചാട്ടും കൂട്ടം. അവർ സമ്പത്ത് കുറവാണ് എന്നായി, കുറച്ചാട്ടും കൂട്ടം അല്ലേ. എന്നിട്ടോ ഫജഅലനി, എന്നെ കൊണ്ടുപോയി ആക്കിയത് എവിടെ? ഇയാൾ കെട്ടിയിട്ടുണ്ടാകുന്നത് ഫീ അഹ്ലി സഹീലും അതീത്തിൻ. സഹീൽ എന്ന് പറഞ്ഞാൽ കുതിരന്റെ ശബ്ദം, സൗത്തുൽ ഖൈലി. അതീത്ത് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ ശബ്ദം. അപ്പോൾ ആട്ടിന്റെ ശബ്ദത്തിൽ നിന്ന് മാറിയിട്ട് എടുത്തി ഒട്ടകത്തിന്റെയും കുതിരകളുടെയും ശബ്ദമുള്ള സ്ഥലത്തേക്ക് എന്നെ കൊണ്ടാക്കിയത്. ഇയാള് സമ്പന്നനാണ് ചെയ്തിട്ടുണ്ടല്ലോ. ദായിസ് എന്ന് പറഞ്ഞാൽ നെല്ലും കോതമ്പെല്ലാം കൊയ്ത് കൊണ്ടാണ്ട് എന്താക്കും, മൈതാനിയിലിടും. എന്നിട്ട് എന്താക്കും, ഇങ്ങനെ ചെവിട്ടി മതിക്കും കാലമുണ്ട് കളത്തിൽ. അപ്പം എന്താക്കും, പുല്ലും കൃഷിയുണ്ടുണ്ട്. മുനക്കി എന്ന് പറഞ്ഞാൽ ഇനി അതെന്താക്കണം, കുത്തി വെളുപ്പിച്ചിട്ട് നല്ല അരിയാക്കണം, തങ്കിയത്താക്കണം, വെളുപ്പിക്കണ്ടേ. അപ്പം ധാന്യോൽപാദനം അവിടെ ധാരാളം ഉണ്ട്. അപ്പം സമ്പൽ സമൃദ്ധിയുള്ള ഒരു വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുവന്നത് എന്നായി അല്ലേ. ഖലീലത്തിന്റെ എന്തിനു വേണ്ടിയാണ് ഗുനൈമത്ത് തസ്ഗീറാക്കി. ഫഹും ഫീ ലീഖി ഐഷിൻ, അപ്പോൾ അവർ വളരെ കഷ്ടത്തിലാണ് കഴിയുന്നത്. ഫഹമലഹാ ഇലാ അഹ്ലി ഖൈലിൻ വൈബിലിൻ വബഖരിൻ. പിന്നെ ആട്ടും വിട്ടിട്ട് കുതിര, ഒട്ടകം, പശു ഉള്ള നാട്ടിലേക്ക് എത്തിയത്. തദൂസു സർഅ ഫീ ബൈദരിഹി, അയാൾ കളം, ബൈദർ എന്ന് പറഞ്ഞാൽ ഉണക്കാനുള്ളത് കളം ഉണ്ടല്ലോ, അണ്ടിക്കളം എല്ലാം പറയുമ്പോൾ കളം ഉണ്ടാവും, കുരുമുളകിൻ്റെ കളം. അവിടെ കൊണ്ടുപോയിട്ട് സർഇൻ എന്താക്കും, മെതികളി തുഖ്രിജൽ ഹബ്ബ മിനത്തിബിൽ, തുമ്പുൽ, കൊലയിൽ നിന്നെന്താക്കണം, ബൈക്കോൽ വേർതിരിച്ചിട്ട് മണിയാക്കണം. മുനക്കിൻ എന്ന് പറഞ്ഞാൽ ആദ്യം മെതിച്ചതിന് ശേഷം ധാന്യം കൊടുക്കണമല്ലോ, അപ്പൊ കുത്തലും പൊളിപ്പിക്കൽ നല്ല കൂടി. ഫഇൻദഹു അഖൂലു, അയാളുടെ അടുക്കൽ പോയിട്ട് ഞാനെന്തെങ്കിലും പറഞ്ഞാൽ ഫല വെക്കുമ്പോ എന്നാ ദേഷ്യപ്പെടലോ ചീത്ത വിളിക്കലോ ഒന്നും ഉണ്ടാവില്ല. വാർക്കുതു, ഞാനെന്താക്കും, ഉറങ്ങും. ഫഅതസബ്ബഹു എന്ന് പറഞ്ഞാൽ നേരം ഉറങ്ങും, പകരം കണിക്കൊന്നും വേണ്ട. അത്തസബ്ബഹ എന്ന് പറഞ്ഞാൽ അസലെന്താന്നോലും വയറ് നിറയെ പാല് കുടിച്ചിട്ട് ഉറക്കത്തിൽ പൊട്ടു വെക്കുന്ന അതാ. അഷ്റബ് വാത്തക്കമ്മഹു എന്നപ്പുറം പറയുന്നതാ. ഇഷ്ടംപോലെ ഉറങ്ങാം, 9 മണിക്കും 10 മണിക്കല്ലേ എണീക്കല്. പിന്നെ ഏതാന്ന്
ഞാൻ കുടിക്കും. ഫതകമ്മഹു എന്ന് പറഞ്ഞാൽ തശ്റബു ഹത്താ തർവിയ വതദഉ ശറാബ മിൻ ശിദ്ദത്തി റിയ്യീൻ. കുടിച്ച് എന്താക്കി, വിടിഞ്ഞിട്ട് മതിയാക്കി. അത്രത്തോളം പാലും കുടിക്കും അല്ലേ? ഇതാണ് ഭർത്താവിൻ്റെ ഹാല്. ഇനി ഭർത്താവിൻ്റെ പുരക്കാരല്ലേ, അതാ ഉമ്മു അബീസർ. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടല്ലോ, ഉമ്മു അബീസർ. ഫമാ ഉമ്മു അബീസർ, അതെന്തൊരു പെണ്ണുങ്ങ അന്നറിയോ? മാപ്പിളുടെ ഉമ്മ റുക്കൂമുഹാ റദാഹുൻ വബൈതുഹാ ഫസാഹുൻ. റുക്കൂമ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പാത്രം, ഈ ചരക്കും പാത്രം ഉണ്ടാവുമല്ലോ, സാധനം വെച്ചെടുക്കുന്ന കാരിയർ, അത് റദാഹുൻ എന്ന് പറഞ്ഞാൽ അൽ അലീമ, വലിയ വിശാലമുള്ളതാണ്. അപ്പം ഇഷ്ടംപോലെ സാധനം വെക്കണമെങ്കിൽ വലിയ കണ്ടെയ്നറും ഉണ്ട് ആ പെണ്ണുങ്ങളെ വരക്കാൻ. അപ്പോൾ ഉമ്മേനത് ഭർത്താവിൻ്റെ ഉമ്മ. ബൈതുഹ ഫസാ, വീടാണെങ്കിൽ വളരെ വിശാലമായ സൗകര്യപ്രദമായ വീട് വന്നു. ഫസീഹ് ആയിക്കോട്ടെ, ആ വീട്ടുകാരെല്ലാവരെയും ഉണ്ടല്ലോ. അതെ, ഉമ്മാനെ കുറിച്ച് അല്പം പറഞ്ഞു. ഇബ്നു അബീ സറഹ്, അബൂ സറഹ് ഇയാളെ സഹോദരനായിരിക്കൂലേ? ഇയാളല്ലേ അബൂ സറഹ്? അബൂ സറഹിന്റെ അതെ, ഉമ്മാനെ പറ്റി പറഞ്ഞു. ഇബ്നു അബീ സറഹ്. ഫമാ ഇബ്നു അബീ സറഹ്, അബൂ സറഹ് ഭർത്താവിന്റെ ഓമന പേര്, അത് അദ്ദേഹത്തിന്റെ മകൻ. മൽജഹു കമസല്ലി സത്ബ എന്ന് പറഞ്ഞതിലാണ് മുഹദ്ദിസീങ്ങൾ വലിയ ഖിലാഫ് വന്നത്. ആ കമസല്ലി സത്ബ, സത്ബ എന്ന് പറഞ്ഞാൽ അസ്ല് പറയുന്നത് ഈത്തപ്പനെ മട്ടലെടുത്തുണ്ടാക്കുമ്പോൾ എൻ്റെ കൊമ്പും തലം കളഞ്ഞിട്ട് ഇങ്ങനെ ചതക്കും. ചതച്ചിട്ട് അതിൽ അതിൻ്റെ പാണിയും കൊടുക്കും. അതിനെ കൊണ്ട് എന്താക്കും, നെയ്തിട്ട് കിടക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ചകിരി പോലെ. അതുപോലെയാണ് ആ മോൻ കിടക്കുന്ന സ്ഥലം കേട്ടോ. ജഫ്ര എന്ന് പറഞ്ഞ ചെറിയ കുട്ടിയാട്, കുട്ടിയാട്ടിനകത്ത് ഒരു ദിറായ കൊണ്ട് വിശപ്പം വേറെ കുറഞ്ഞേ തിന്നുണ്ടു. ആട്ടിനെ മുഴുവനാട്ടിനെയും കൊടുക്കണമെന്നില്ല, അപ്പൊ തിന്നലും കുറവാന്ന്. അതാ ഖാലൽ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു, അതാ ആദ്യം പറഞ്ഞെന്താ, അന്ന അദാലഹ വയത തആമി അലീമത്തുൻ സഖീല, പാത്രങ്ങൾ വലുതാണ്, കണ്ടെയ്നർ വലുതാണ്. അൽ ജുഫറത്തുൻ ജഫറത്തുൻ അൽ ഉൻസാ മിൻ ഔലാദിൽ മഅസി, കോലാടിൻ്റെ മക്കളിൽ പെണ്ണാട്. വക്കീലമില്ല നെയ്യാടാണ്. വഹിയ മാ ബലഗത്ത് അർബഅത അശ്ഹുരിൻ, 4 മാസമേ പ്രായമായിട്ടുണ്ടാവുള്ളൂ. ചെറിയ പൂച്ചക്കുഞ്ഞിനകത്തെ കുട്ടിയാട്ടിന് അടുത്താൽ ഒരു ദിറാ കൊടുത്താൽ മതിയാവും. വൽ മുറാദു അന്നഹു ഖലീലുൽ അക്കൽ, കുറച്ചേ തിന്നുണ്ടോന്ന് ഈ മോനിക്ക്. വൽ അറബ് തംദഹു ബിഹി, അറബികൾ അത് മദഹായിട്ട് പറയുന്നത്. അപ്പൊ മോന് ഉറങ്ങാൻ എന്തെങ്കിലും മതി, ഒരത്തർ പോയി വിളിച്ചാലും മതി, ചൂടിപ്പടം വിളിച്ചാലും മതി, കല്യാണിന്റെ ജീവിതം. ബിന്തു അബീ സറഅല, ഫമാ ബിന്തു അബീ സറഇന്റെ മോളാക്കാരിയ തൗഉ അബീഹാ വതൗഉ ഉമ്മിഹാ, ഉമ്മാക്കും അനുസരിക്കുന്ന പെണ്ണ്, ബാപ്പാക്കും അനുസരിക്കുന്ന പെണ്ണ്, നല്ല മോള്. വമിൽ കിസാഇഹ എന്ന് പറഞ്ഞാൽ എന്താ? കിസ എന്ന് പുതപ്പല്ലേ, ആ പുതപ്പ് നിറച്ചുണ്ടാവുമെന്ന് വെച്ചാൽ ആൾക്കാർ തടിയും പണ്ണവും ഇവിടെ എല്ലാം ഉണ്ട്. വഗൈദു ജാറത്തിഹ, ഇവിടെ ജാറത്ത് എന്താണെന്നറിയോ? ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയോട് ഭയങ്കര എതിരാണ്. അർത്ഥത്തേനില്ലെന്ന്, അവനോട് ഭയങ്കര എതിരാണ്. ഇനി ജാരിയത്ത് അബൂ സറഇന്റെ ജാരിയത്തിൽ അടിച്ചു വരുന്ന ആളല്ലോ. ഫമാ ജാരിയത്ത് അബൂ സറഇന്റെ ജാരിയത്ത് ലാ തബുസ്സു ഹദീസന തബ്സീസ, വീട്ടിലുള്ള വാർത്തകൾ പുറത്തു പോയിട്ട് എവിടെയും പരസ്യപ്പെടുത്തൂല. അപ്പോൾ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു നോക്കും. ആലാ തുസീഉ ഹദീസന ബൽ തഖ്തുമു സിർദന വഹദീസന കുല്ലഹു, ആ കുല്ലഹു നേർന്നിട്ട് തബ്സീസ ലാ തബുസ്സുന മഫ്ഊൽ മുത്തലഖ് കൊണ്ടിട്ടുണ്ട്. മഫ്ഊൽ മുത്തലഖ് പറഞ്ഞാൽ അതിന് വളം കൂടും. സല്ലു അലൈഹി വസല്ലിമു മതിയാക്കിയാൽ അംറൈ, തസ്ലീമ എന്നതിനെ പറഞ്ഞത്. മഫ്ഊൽ മുത്തലഖ് പറഞ്ഞാൽ ഒരു ശക്തി കിട്ടുമല്ല. അപ്പോൾ ഒരു രഹസ്യം പോലും പുറത്തു പറയില്ല ആ പെണ്ണുങ്ങോ. വലാ തൻഖുസുൽ മീറതന തൻകീസ, നമ്മുടെ ഭക്ഷണം ഉണ്ടല്ലോ, പരക്കുണ്ടാക്കുന്ന ഭക്ഷണം, അത് എന്താണ്? അത്തആമുൽ മജ്ലൂബ് മൻ ലാ തുഫ്സിദു വതുഫസിഖഹു, അത് കേട് വരുത്താനാക്കൂല. അത് അതിൻ്റെ മട്ടം പോലെ സൂക്ഷിച്ച് വെക്കണ്ടെങ്കിൽ വെച്ച് അതിൻ്റെ പാകം പോലെ ചിലവാക്കിയിട്ട് ഒന്നും കുഴപ്പം വരുത്തൂല. ഇന്നത്തെ മാതിരി തോട്ടിച്ചാടലൊന്നുമില്ല.
വല തദ്ഹബു ബിഹി ഫഹിയ അമീൻ, അതാണെങ്കിൽ കട്ടുകൊണ്ട് പോവുകയും ചെയ്യൂല. എത്തിങ്ങാനുണ്ടല്ലോ ഡാൽഡന്റെ കുപ്പി ഉരിച്ച തേങ്ങയെല്ലാം ബേഗിലിട്ടിട്ട് ഓരോ പോക്കിനും കൊണ്ടുപോയി നമ്മുടെ എണ്ണം കാണൂല. ഞാൻ തൊണ്ടി സഹിതം പിടിക്കും. ആ ഇനി വല തംലഉ ബൈതനാ തഅശീഷ, അടിക്കാട്ടങ്ങളും വ്യസ്റ്റ് സാധനങ്ങളും ഉണ്ട് വീട് തുറക്കുന്ന വെച്ചാൽ അപ്പം എന്താക്കും, അടിച്ച പാടി വൃത്തിയാക്കും. അതതിനപ്പുറം വേണ്ടതാ. വൽമാന അന്നഹ മുസ്ലിഹത്തുൽ ലിൽ ബൈത്തി മുഅ്തിനിയത്തു ബിതൻളീഫിഹി, എപ്പോഴും വൃത്തിയാക്കാൻ വേണ്ടി അന്നേരം എന്താക്കും, വേസ്റ്റ് സാധനങ്ങളൊന്നും കെട്ടിക്കിടക്കാൻ ഇടവരൂല. അപ്പോൾ എത്ര ആളെ പോലീസ് പറഞ്ഞ്, അയാളെയും പറഞ്ഞ്, ഉമ്മാനെ പറ്റി പറഞ്ഞു, മോളെപ്പറ്റി പറഞ്ഞു, ഇബിനെ പറ്റി പറഞ്ഞപ്പോൾ കാലത്ത് ഉമ്മു സർഅ പറയുന്നു, എല്ലാം ഇവിടെ എടുത്തിത്തോളം എല്ലാം പിടിക്കുന്നുണ്ടേ. ഖറജ അബൂ സർഅ വീട്ടിൽ നിന്നൊക്കെ പുറത്തു പോയി. വൽ ഔതാബു തുംഖലു എന്ന് പറഞ്ഞാൽ ഔതാബ് ഏതാന്ന്, പാല് ഇങ്ങനെ ആക്കുന്നില്ല കടയിൽ 10, അതാ അസ്ഖിയത്തുൽ ലബൻ. ഔതാബ് എന്ന് പറഞ്ഞാൽ അസ്ഖിയത്തുൽ ലബനി. പാലിൽ നിന്ന് വെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടയുന്ന പാത്രങ്ങളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു ഭാഗത്ത് ആളെല്ലാം ഇങ്ങനെ കടയുന്ന വെണ്ണ എടുക്കുന്നു. ഇനിയോ ഫലഖയംറഅതൻ, ഇയാൾ പെണ്ണുങ്ങളെ കണ്ടുമുട്ടി. മഅഹ, ആ പെണ്ണുങ്ങളോടൊപ്പം ഉണ്ട് വലദാനി, 2 കുട്ടികളും ഉണ്ട്. ലഹ കൽ ഫഹദൈനി എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മൾ പൂച്ചക്കുഞ്ഞിൻ്റെ മാതിരി പറയും പോലെ ഫഹദ് പോലത്തെ 2 കുട്ടികൾ. യൽഅബാനി മിൻ തഹതി ഖസ്രിഹ ബി റുമ്മാനത്തൈനി എന്ന് പറഞ്ഞാൽ 2 റുമ്മാൻ കൊണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റുമ്മാന് പടന്നൊന്നും റുമ്മാനല്ല. നബിമാം പറഞ്ഞു സദിയാഹ, അല്ലാണ്ട് പിള്ളേർക്കാണ് റുമ്മാൻ കിട്ടുന്നു. അത് മലോടി പ്രായമുള്ള കുട്ടികൾ സതിയും കൊണ്ട് കളിക്കുന്നു. അത് റുമാനത്തിനോട് തശ്ബീഹാക്കിയത്. ഉടനെ ആ പെണ്ണിൽ ആകർഷണം വെച്ച് എന്താക്കി, ഫതല്ലഖനി, എന്നെ തലാക്കലി വനക്കഹ, ഓളെ കെട്ടിക്കളഞ്ഞു. ഓള് പോയി, ഇയാൾക്ക് ഭർത്താവില്ല കണ്ടാ. എന്നിട്ടോ കാലം കുറേ കഴിഞ്ഞപ്പോൾ ഫനക്കഹതു ബഅദഹു, അവൻ്റെ കാലത്തിന് ശേഷം ഞാൻ കാണിച്ചു റജുലൻ സരിയൻ, വലിയൊരു നേതാവിനെ, ഒരു രാഷ്ട്രീയ നേതാവ്. സരിയ എന്ന് പറഞ്ഞാൽ സറാത്ത് മീൻ സറാത്തിന്നാസ്, സറാത്തുൻ ശുഹദാ അഹ്ലി ബിദ്ദി എന്ന് പറഞ്ഞില്ലേ, സരിയന്റെ ജമാണ് സറാത്ത്, സുറാത്ത് എന്നല്ല. ഒരു വലിയൊരു നേതാവ്. അപ്പം 2ാമത്തെ ഭർത്താവായിട്ട് കിട്ടിയത്. എന്നിട്ടോ റഖീബ ശരിയൻ എന്നാണ്, വലിയ സ്പീഡിലോടുന്ന കുതിരപ്പുറത്ത് ഇയാൾ യാത്ര ചെയ്യുന്നതാണ് ശരിയ്. അപ്പോൾ ഒന്നാമത്തത് സരിയ്, മറ്റത് ശരിയ്. ഇപ്പം അതിനാ പറയുന്നത് മുജാനസത്ത്, ഒരേ ലഫ്ള് തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് പറയല്. അതാ ഫറസൻ യശ്തരി ഫീ സൈരിഹി വയംലി ബിലാ ഫതഫുതുരിൻ വയംലി, അതിനെത്ര ഓടിയാലും തളച്ചുണ്ട നല്ല സ്പീഡിലോടുന്ന വണ്ടി. വഅഖദ ഖത്തിയൻ എന്ന് പറഞ്ഞാൽ, ഖത്തിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഖത്ത് എന്ന് പറഞ്ഞ ഒരു നാടാന്നുണ്ട്. ആ നാട്ടിൽ നിന്ന് എന്താക്കും, നല്ല ആയുധങ്ങൾ ഉണ്ടാക്കും. അത് ബുർദയിലും കാണാം. അസ്ഹാബിമാരെ വർണ്ണിച്ചല്ലേ. സുംബ്രു എന്ന് പറഞ്ഞാൽ കുത്തുന്ന കുന്തങ്ങൾ, യുദ്ധായുധം. അപ്പൊ ഖത്തിയായ യുദ്ധായുധങ്ങളെ കൊണ്ട് എന്താക്കും, അവർ കലമ് പോലെ ഉപയോഗിച്ചിട്ട് എല്ലാ ഹർഫുകൾക്കും ഹറക്കത്ത് കൊടുക്കും. എന്ന് പറഞ്ഞാൽ എന്തായി, ശത്രുക്കളെ ടച്ച് ചെയ്യാത്തൊന്നും ഉണ്ടാവില്ല. ഒരു പെന്നെടുത്തിട്ട് ഇബാറത്തിന് അർത്ഥം കൊടുക്കാൻ ശ്രദ്ധിട്ട് വന്നിട്ട് പുള്ളിയിട്ട് എല്ലാം കൂടെ ആക്കുമ്പോൾ അത് ഒരു തശ്ബീഹാക്കിയതാണ്. വാഹദ ഖത്തിയൻ, അതായത് അർറുൻഹ്, അയാളുടെ കയ്യിൽ ഒരു വേട്ട ആയുധം ഉണ്ടാകും. വറാഹ അലയ്യ നിഅമൻ സരിയ, എന്നിൽ എന്താക്കിയെന്നറിയോ, കൊണ്ട് ചൊരിച്ച് ധാരാളം നിയമത്തുകളെ. അപ്പം 2ാമത് കിട്ടിയ ഭർത്താവും ഉഷാറ. സരിയൻ എന്ന് പറഞ്ഞാൽ എന്താ, ഐ കസീറത്തൻ മിന സർവത്തി ഫിൽ മാൽ, സമ്പൽ സമൃദ്ധി എന്നിലേക്ക് ചൊരിഞ്ഞിട്ട്. വഅതാനി മിൻ കുല്ലി റായിഹത്തിൻ സൗജ, വീട്ടിലേക്ക് അണയുന്ന സാധനം. റായിഹത്ത് മണമെന്നല്ല, റാഹ റൂഹുവിൻ്റെ ഇസ്മ ഫായിലെ മുഅന്നസാണത്. റായിഹ് അതാ ഔ റാഹ എന്ന് പറഞ്ഞില്ലേ, ആ റാഹ എൻ്റെ ഇസ്മ ഫായിൽ എടുക്കും. എന്നുണ്ടാവില്ലേ റായിഹ്, അതിന് മുഅന്നസാക്കി റായിഹത്ത്. അവ വീട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചെത്തുന്ന സാധനം മിങ്കിൽ സൗജ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം തന്നെ. എത്ര ആ ഫ്രൂട്ട്, എത്ര അത് കൊണ്ടുവരുന്ന എല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. സൗജ ഇണകൾ എന്ന അർത്ഥം, പക്ഷെ ഇവിടെ കസറത്ത് ഇസ്നൈനി ഔ സിൻഫ് കസീർ.
അപ്പൊ രണ്ടാമത്തെ ഭർത്താവ് നല്ലത്. വക്കാല കുലി ഉമ്മസറിയെ തിന്നോ, ഒമീരി നീ ഭക്ഷണം ആയിരിക്കും, നിന്റെ കുടുംബക്കാർക്കെല്ലാം ഭക്ഷണം തീറ്റിച്ചു കൊടുത്തോ. ഫലോ ജമാഅത്തു കുല്ല ശൈഇൻ അഅതാനീഹി മാ ബലഗ അസ്ഗറ ആനിയത്തി അബീ സറഇൻ. ആദ്യം തലാഖ് ചൊല്ലി പിന്നെ അബൂ സറഇന്റെ ചെറിയൊരു പാത്രത്തിലേക്ക് ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പം ആർക്കാ കൂടുതൽ? രണ്ടാമത് പറഞ്ഞത് കൂടുതൽ പറഞ്ഞത് അത് ഈ പെണ്ണുങ്ങളല്ലേ പറയുന്നത്. ഫലോ ജമാഅത്തു കുല്ല ശൈഇൻ, ഈ രണ്ടാമത്തെ ഭർത്താവ് അഅതാനി തന്നത് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാല് അബൂ സറഇന്റെ ചെറിയൊരു പാത്രത്തിൽ പിടിക്കാനേ ഉള്ളൂ. അപ്പൊ അബൂ സറഇന്റെ മദീനയിലേക്ക് തന്നെ പോയത്. ആ പോയാള് മറന്നിട്ടില്ല, സംഭവം കഴിഞ്ഞു അല്ലേ. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടില്ലേ? കേട്ടിട്ട് ആയിഷ ബി പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പം പറഞ്ഞ്, കുൻതു ലകി കഅബീ സറഇൻ ലി ഉമ്മി സറഇൻ. ഉമ്മു സറഇന് അബൂ സറ എങ്ങനെയാണ്, അങ്ങനത്തെ നല്ല ഭർത്താവാണ് ഞാൻ. തിന്നിനാ അതിന് ഒന്നാമത്തെ ഭർത്താവ് ഇപ്പൊ ഉള്ളത്. രണ്ടാമത്തെ ഭർത്താവിനെ താടനം ചെയ്തെല്ലാം തന്നിട്ടും അബൂ സറഇന്റെ ചെറിയൊരു പാത്രത്തിൽ ഉൾക്കൊള്ളാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ലേ പറഞ്ഞത്. സംഗതി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുൻതു ലകി കഅബീ സറഇൻ ലി ഉമ്മി സറഇൻ. എന്ത് വിഷയത്തില്? നിന്നെ നല്ലോണം പോറ്റുന്ന വിഷയത്തിൽ സ്വഭാവത്തിന് മഹിമ. ഇതല്ലാണ്ട് പെണ്ണിനെ കാണുമ്പോൾ തലാഖിയല്ലൊന്നല്ല. കാരണം തശ്ബീഹാക്കിയ എല്ലാ വജഹിൽ കൂടി തശ്ബീഹ് ഉണ്ടാവില്ല എന്ന് പറയാല്ല. വജാഅ ഫീ റിവായത്തിൽ ഹൈസം ബിൻ അദിയുടെ റിവായത്തിൽ കുൻതു ലകി കഅബീ സറഇൻ ലി ഉമ്മി സറഇൻ. എന്തിന് വജ്ഹു ശബഹ് എന്താണെന്ന് പറഞ്ഞത് അറിയോ? കുൻതു ലകി കഅബീ സറഇൻ എന്ന് പറയുമ്പോൾ അബൂ സറഇന്റെ എല്ലാ വിഷയത്തിലും ഞാൻ ആയിപ്പോയോ തോന്നുന്നു. അല്ല, എനിക്ക് വേണ്ടുന്നതൊക്കെ പൂർണ്ണമായി നൽകുന്ന വിഷയത്തിലും എൽഫത്തിലുമാണ്. ലാ ഫിൽ ഫുർഖത്തി വൽ ജലാൽ, പിരിയുന്ന വിഷയത്തിലെല്ലാം. വദാദ തബറാനി ഫീ റിവായത്തി ഇല്ലാ അന്നഹു തല്ലഖഹ, തലാഖിയല്ലത് വെച്ചിട്ടില്ല. അതേ ഒരു ന്യൂനതയായിട്ട് പറയുന്നുള്ളൂ. വഇന്നി ലാ ഉതല്ലിഖു, ഞാൻ തലാഖില്ലെന്ന് പ്രശ്നമില്ല. زاد النسائي والطبراني رضي الله عنه قالت عائشة رضي الله عنها يا رسول الله بل أنت خير من أبي ذر. എന്നാലേ അബൂ സറഇനോട് ഉപമിച്ചപ്പോൾ അതിനേക്കാണ് ഖൈറാണ് തങ്ങൾ. ഇതാണ് നമ്മളെ വിഷയത്തിന്റെ കാതലി. ഓടീനമ്മോ ഇതിപ്പോ ഹല്ലാക്കാൻ വേണ്ടി നബിമാമിനെല്ലാം വിളിച്ചിട്ടാണ് അയിന്. فقالت صلى الله فقالت عائشة بأبي أنت وأمي يا رسول الله. നസായി നമ്മൾ ആദ്യം തുടങ്ങും പറഞ്ഞ് ഇത് ആയിഷ ബേബി തുടങ്ങി പറയുന്നത് താങ്കൾ ശ്രദ്ധയോട് കൂടി കേട്ടുന്നവർ. ഇതിപ്പോ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു കലിമത്ത് കഥന്റെ ലാസ്റ്റ് തുടങ്ങി. അപ്പൊ ആയിഷ ബീബി ചോദിച്ചു, എന്തായി ഉമ്മ സറഇൻ? എന്നിട്ട് എന്താ 11 ഒരുമിച്ച് കൂടിയ കിസ്സയും നബിതാ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് അറിവിന്റെ വിഷയത്തിൽ മുനാസബത്ത്. അല്ല, ആയിഷ ബീവി ചെറുതല്ലേ. وفي رواية النسائي أنه صلى الله عليه وسلم هو الذي ابتدأ الحديث. ആ ഹദീസ് തല തുടങ്ങി തങ്ങളാണ്. ഫഖാല ആയിഷ ബീബിനോട് പറഞ്ഞു, കുൻതു ലകി കഅബീ സറഇൻ ലി ഉമ്മി സറഇൻ എന്ന കഥ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞില്ലേ, അതുകൊണ്ട് തല തുടങ്ങിയത്. ഫഖാലത്ത്, അപ്പോഴാണ് ആയിഷ ബീബി പറഞ്ഞത്, ബി അബി അൻത വമ്മി യാ റസൂലല്ലാഹ് വമൻ കാന അബൂ സർ. ഈ അബൂ സർ ആരാണ്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തമഅ നിസാഉ. അങ്ങനെയാണ് 11 ഒരുമിച്ച് കൂടിയെന്ന് തങ്ങളാ പറഞ്ഞു കൊടുക്കുന്നത്. അതെ, ഇലാ തമാമിൽ ഹദീസ്. ഇനി ഹദീസിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങളെ പറ്റിയാണ് ഇനി അടുത്ത് എടുത്ത് പറയാം. അതിന് നബിമാം കുറെ എടുത്തു വെച്ചിട്ടുണ്ട്. തങ്ങളുടെ ആ നല്ല പെരുമാറ്റം നീ നോക്ക്. അഹ്ലുകാരോടൊപ്പമുള്ള ആ ഖുലുഖ് നോക്ക്. ഹൈസു അസ്ഗാ ഇലാ ഹദീസ് ആയിഷ. അങ്ങനെയുള്ള ഹദീസിന്റെ തുടക്കം ആയിഷ ബീവി പറഞ്ഞു തരുന്ന ഹദീസിലേക്ക് എന്താക്കി തങ്ങൾ ശ്രദ്ധിച്ചു കേട്ട്. വഹിയ തുഹദ്ദിസുഹു അൻ ഖിസ്സത്തിൻ വഖഅത് ഫിൽ ജാഹിലിയ്യ. ജാഹിലിയ്യ കാലത്ത് കഴിഞ്ഞ ഒരു സംഭവമാണ് എന്താക്കുന്നത് ആയിഷ ബീവി നബിയോട് പറഞ്ഞു കൊടുക്കുന്നത്. മിൻ നിസാഇൻ ഇജ്തമഅന, കുറേ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയത്. വതആഖദന അലാ തുഖ്ബിറ കുല്ലു വാഹിദത്തിൻ മിൻഹുന്ന അൻ മബാഖിഫി സൗജിഹാ മഅഹ.
ഭർത്താവിൻ്റെ നിലപാടെന്താണ് നിന്നോടൊപ്പം എന്നുള്ളത് ഓരോരുത്തരും പറയണം. മിൻ ഹൈസുൽ അഖ്ലാഖു വൽ മുആമലതു വൽ മുആശറ, അതെല്ലാം സംസാര വിഷയമുണ്ട്. ഇനി വഖദ് ഖാലൽ ഉലമാ റളിയല്ലാഹു അൻഹും, ഇത് എന്തിൻ്റെ ശറഹ് മുസ്ലിമിൻ്റെ ഇബാറത്താണ്. യുഖദു മിൻ ഹാദൽ ഹദീസി, ഈ ഹദീസിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കും നദ്ബു ഹുസ്നുൽ മുആശറത്തി ലിൽ അഹ്ലി, അഹ്ലിനോട് ഹുസ്നുൽ മുആശറത്ത് വേണം എന്ന് കിട്ടും. 2 വഹില്ലു സംദി ഫീ ഖൈറിൻ, ഖൈറായ ഒരു കാര്യത്തിലാണെങ്കിൽ രാത്രി എന്താക്കുക, സംസാരിക്കാം, അല്ലെങ്കിൽ എന്താക്കും വേഗം കടന്നുറങ്ങാൻ വേണ്ടിയിരുന്നത്. സമ്ര പാടില്ല എന്നല്ല, പക്ഷേ ഇത് ഹലാലാണ്. ഖൈറിൽ എന്താ ഖൈർ? കമുലാതഫത്തി സൗജത്തിഹി, സൗജത്തിനോട് ഈനാസ് ഉണ്ടാക്കൽ, വ ഈനാസു ലൈഫിഹി, ലൈഫിനെ സന്തോഷിപ്പിക്കൽ, ഇതെല്ലാം ഖൈറായ കാര്യമല്ലേ. അതുപോലെ കിതാബ് നോക്കുകയും ചെയ്യാം. ഇനി 3 വജവാദു ദിക്രിൽ മജ്ഹൂലി ഇൻദൽ മുതകല്ലിമി വസ്സാമിഇ, മുതകല്ലിമിനും ആളറിയില്ല സാമിഇനും അറിയില്ലാത്ത ഒരാളെ ബിമാ യക്റഹു, മക്റൂഹായ കാര്യം കൊണ്ട് സംസാരിക്കാം. ഫൈനഹു ലൈസ ഗീബ, ഗീബത്തല്ല. വമിനൻ നാസി മൻ യഖൂലു, ആളെ പറയൂലല്ല. വീട്ടിലൊക്കെ ഒരാൾക്ക് അടി കിട്ടിയില്ല. എന്താണ് അയാൾ എന്തോ പലിശയുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മ ഈ പലിശൻ്റെ ഇടപാട് പറഞ്ഞപ്പോൾ അയാൾക്ക് ഒരു അടി കിട്ടിയില്ല. അപ്പം അന്നെ കുറവാക്കാനാ വന്നെന്ന് പറഞ്ഞിട്ട് അയാൾ പരാതി പറയുന്നു. ഞാൻ പിന്നെ വ്യക്തിപരമായ ആരെങ്കിലും ഫനാ കഥാന്ന് ഏതെങ്കിലും ക്ലാസ്, എല്ലാത്തിനും ക്ലാസ്സിൽ വെക്കണം. ഗുണം പറഞ്ഞാൽ ആരെങ്കിലും അത് പറയുമോ? അതെന്താന്ന് ഞാൻ പറഞ്ഞേ, ഒരാൾ കിണ്ണം കെട്ടിട്ട് ഇങ്ങനെ വരുന്നുല്ലോ, അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ ഒരാൾ വിളിച്ച് എന്നെ കണ്ടാൽ ഞാൻ കിണ്ണം കെട്ടാടാൻ തോന്നുന്നുണ്ടോ? അയാൾക്ക് എന്നെ തോന്നിയിട്ടുണ്ട്. തോന്നുന്നുണ്ടെങ്കിൽ അങ്ങാടി ഇറങ്ങണ്ട. അതാണ് ഇമാം ഇങ്ങനെ പറയുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ആക്കം തോന്നുന്നു എന്നെ സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു. ഇത് എവിടെയെങ്കിലും ഇന്ന ഫുലാന് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ 11 പെണ്ണുങ്ങൾ എന്നവൻ ആരാന്നൊന്നും അറിയില്ല. അതാണ് ഷറഹ് പറഞ്ഞ എന്താന്ന്, ആ പേര് പറഞ്ഞാൽ ആരും കാണുന്നില്ല എന്ന് വൈദ്യുക്കാനാണ്. ഏത് മാലിക്കുന്ന ഏത് മാലിക്കാണ്? ഖാലൽ ഹാഫിദു അബൂബക്കർ ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫീ കിതാബിൽ മുബ്ഹമാത്ത്, പേര് പറയാതെ ഒരു ഫുലാനെന്നോ എന്തോ പറഞ്ഞുണ്ടാവും, അതെല്ലാം ഒരുമിച്ച് വിട്ടൊരു കിതാബുണ്ട്. ജാ റജുലൻ, ഏത് റജുല് ഇടുന്നു? അത് ചിലപ്പോൾ അടുത്ത ഹദീസിൽ കിട്ടും. നബി ഇമാമിൻ്റെ ഹദീസിൻ്റെ ആവർത്തനം നോക്ക്. ഒരു ഹദീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റിവായത്ത് പറഞ്ഞു. ആ റിവായത്തിലുണ്ടാവും കഴിഞ്ഞെല്ലാം മുബ്ഹമായ സംഗതി പേരുണ്ടുണ്ടാവും. ഇതൊന്നും തിരിയാതെ മുബ്ഹമാത്ത് ലാ അഅലമു അഹദൻ അസ്മൽ നിസ്ബത്തൽ മദ്കൂറാത്ത്, കേട്ടോ, മേൽ പറയപ്പെട്ട 11 പെണ്ണുങ്ങന്മാരുടെ പേരും പറഞ്ഞ ഒരാളെ എനിക്കറിയപ്പെട്ടിട്ടില്ല. ഇല്ല ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഗീബത്താവൂല എന്നാ പറഞ്ഞത്. നബിമാം നല്ലോണം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓതിയിട്ടേ മരിക്കാവൂ, നബിമാമിന്റെ പൊരുത്തം കിട്ടണം. ഷറഹ് മുസ്ലിം എട്ട് ഹദീസിനെ വ്യാഖ്യാനാണ് ഈ പക്കത്തുള്ളത്. ഉള്ളിലുള്ളത് കഷ്ടല്ലാണ് മറ്റേ ബുഖാരിന്റെ ഷറഹ് ഇർശാദുസ്സാരി. ആ തസ്ബീഹിന്റെ വിഷയം എല്ലാം വേണ്ടതാ. ഏത് ഹുസ്നുൽ മുആശറത്തിൽ മാത്രമേ തസ്ബീഹ് ഉള്ളൂ. അയാൾ ചെയ്ത എല്ലാ പ്രവർത്തനത്തിനും എന്തില്ല? തസ്ബീഹ് ഇല്ല. ഖാലൽ ഉലമാ ഫീ ഹദീസ് ഉമ്മി സറഇൻ ഹാദാ ഫവായിദു, ഇതിൽ ധാരാളം ഫായിദയുണ്ട്. മിൻഹ ഇസ്തിഹ്ബാബ് ഹുസ്നുൽ മുആശറത്തി ലിൽ അഹ്ലി, അഹ്ലിനോടുള്ള ഹുസ്നുൽ മുആശറത്ത്. വജവാസുൽ ഇഖ്ബാരി അനിൽ ഉമമിൽ ഖാലിയ, മുൻകഴിഞ്ഞു പോയ ഉമ്മത്തിനെ പറ്റി എന്താക്കാം? ചരിത്രങ്ങൾ പറയാം. വഅന്നൽ മുശബ്ബഹ ബിശ്ശൈഇ ലാ യൽസമു ഖൗലുഹു മിസ്ലുഹു ഫീ കുല്ലി ശൈഇൻ, ഒരു സാധനത്തിനോട് തശ്ബീഹ് ആക്കിയാൽ
ആ മുശബ്ബഹ് ബിഹി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് എല്ലാ വിഷയത്തിലും എന്നർത്ഥം വരൂല, ഒരു പോയിന്റ് ഉണ്ടാവും കേട്ടോ. വമിൻഹ അന്ന കിനായാത്തി തലാഖി ലാ യഖഉ ബിഹാ തലാഖുൻ, തലാഖിന്റെ കിനായത്ത് കൊണ്ട് തലാഖ് ഉണ്ടാവില്ല, ഇല്ലാ ബിന്നിയ്യത്തി, നിയ്യത്തുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അയാൾ ചെയ്തതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കും, അയാൾ തലാഖില്ലാണെങ്കിൽ അതിനോട് ഖിയാസാക്കിയിട്ടാണെങ്കിൽ ഞാൻ മുത്തല്ലിക്കാണെന്ന് അർത്ഥം കിട്ടും, നിയ്യത്തുണ്ടെങ്കിൽ. അതിവിടെ വരൂല. അല്ലാതെ ആയിഷ ബീബിനെ ഇനി ആ മുത്തല്ലിക്കുന്നല്ല അപ്പം തന്നെ പറഞ്ഞത്. لأن النبي صلى الله عليه وسلم قال لعائشة كنت لك كأبي زرع ولأم زرع അല്ലേ. ومن جملة أفعال أبي زرع أنه طلق امرأته أم زرع طلاقില്ലേ. ولم يقع على النبي صلى الله عليه وسلم طلاق, അതുകൊണ്ട് തങ്ങൾ തലാഖില്ലെന്ന് വരൂല. എന്തുണ്ട് ബി തസ്ബീഹിഹി, അങ്ങോട്ട് തസ്ബീഹ് ഈ കൗനിഹി ലം യൻബി തലാഖ, തലാഖില്ല. قال المازني قال وفيه هؤلاء إن هؤلاء نسبة ذكر بعضهن أزواجهن بما يكره ولم يكن ذلك غيبة, അത് ഗീബത്താകുന്നതല്ല. ലികൗനിഹിം ലാ യുറഫൂന ബിഅയാനിഹിം, അവരെ ആരാണെന്ന് വ്യക്തമായി തിരിഞ്ഞിട്ടില്ല. ഔ അസ്മാഇഹിം. വഇന്നമൽ ഗീബത്തുൽ മുഹറമത്തു അൻ യദ്കുറ ഇൻസാനൻ ബിഐനിഹി ഔ ജമാഅത്തൻ ബിഅയാനിഹിം. കേട്ടോ, ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറയുമ്പോഴാണ്, അതുപോലെ ഒരു സംഘത്തിന്റെ പേരെടുത്ത് പറയുമ്പോഴാണ് ഗീബത്താകുക അല്ലേ. അതിൻ്റെ അങ്ങനെ കിട്ടിയെന്ന് വഹിക്കുന്നത്. കാലൽ മാസരി ഉന്നമായ ഹത്താജുല ഹാദൽ ആയിഷ ബീബിയല്ലേ ഹിച്ച പറയുന്നത്. അപ്പം ഒരു പെണ്ണുങ്ങൾ ഹാദിയത്ത് നിന്ന് തന്നെ ആദ്യത്തെ പെണ്ണുങ്ങൾ അവർ ഏത് ഭർത്താവിനെ പറ്റിയാണ് പറഞ്ഞത്, അത് തങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടപ്പോൾ അത് ഗീബത്തായിരുന്നുവെങ്കിൽ നിർത്ത ഐഷ എന്ന് പറയേണ്ടതല്ലേ. അപ്പൊ തങ്ങളുടെ എന്താണ് തക്രീർ. അമ്മ ഹാദിഹിൽ ഖദിയ ഫഇന്നമാ ഹക്കത്ഹാ ആയിഷത്തു അൻ നിസ്ബത്തി മജ്ഹൂലാത്തിൻ ഗായിബാത്തിൻ. കേട്ടോ, അതൊന്നില്ലേ. ഇനി വഗായത്തുൽ അംരി, ഇനി പരമാവധി അന്ന ആയിഷത്ത് റളിയല്ലാഹു അൻഹ ദക്കറത്ത് നിസാഅ മജ്ഹൂലാത്ത്, മജ്ഹൂലാത്തായ പെണ്ണുങ്ങളാണ്. ദക്കറ ബഅദുഹുന്ന ഉയൂബ അസ്വാജിൻ മജ്ഹൂലിന, അവർ വല്ല കുറ്റവും പറഞ്ഞത് അറിയപ്പെടാത്ത ഭർത്താവിനെ പറ്റിയാണ്. ഓർക്കറിയിരിക്കും, നമുക്കറിയില്ല. ലാ യുറഫൂന ബിഅയാനിഹിം വലാ ബിഅസ്മാഇഹിം വമിസ്ലു ഹദാ ലാ യുഅദ് ഗീബതൻ കമാ ഖാല ഔലഹ ദാലിക ഇമാമുൽ ഗസാലി. ഇപ്പം വായിച്ചല്ലേ ഫീ ശറഹിഹി. ഇവിടെ ഒപ്പിനെത്തിക്കാം. وفي التراتيب الإدارية أخذ الأئمة رضي الله عنهم من هذا الحديث جواز التحدث عن الأمم الماضية. ഇപ്പം ഇമാം പറഞ്ഞതന്നെ പറയുന്നു, മുൻകഴിഞ്ഞുപോയ ഉമ്മത്തിനെ കുറിച്ചുള്ള വാർത്തകൾ പറയൽ ജായിസാണ്. വൽ അജിയാലിൽ ബായിദ്, അവരൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും, കാലഘട്ടം ജീവിച്ചിരിപ്പില്ല. വൽ റബ്ബിൽ അംസാലി ബിഹിം, അതുകൊണ്ട് ഉപമകൾ പറയലും. കാരണം ലിഅന്ന ഫീ സിയരിഹിം ഇഅ്തിബാറൻ ലിൽ മുഅ്തബിർ, പുതിയൊരു പാഠം ഉൾക്കൊള്ളുന്ന ആൾക്ക് അതിൽ നിന്നെന്തല്ലോ പഠിക്കാനുണ്ടാവും. വസ്തിബ്സാറൻ ലിൽ മുസ്തബ്സിർ, ബസീറത്തോടു കൂടി ചിന്തിക്കുന്ന ആക്കുന്നുണ്ട്, ഇസ്തിബ്സാറുണ്ട്. വസ്തിഖ്റാജുൽ ഫായിദത്തി ലിൽ ബാഹിസിൽ മുസ്തക്സിർ, കൂടുതൽ ചർച്ച ചെയ്ത് വിഷയങ്ങൾ ഉണ്ടാക്കുന്നല്ലോ, അവർക്ക് വിഷയത്തിൽ ഓരോ ഫായിദകൾ പിടിച്ചെടുക്കാനുണ്ടാകും. എപ്പോൾ ഫഇന്ന ഫീ ഹാദൽ ഹദീസ് ഖുസൂസൻ ഇദാ ഹുദ്ദിസ, ഫഇന്ന ഫീ ഹാദൽ ഹദീസ്, ഈ ഹദീസിലുണ്ട് ഖുസൂസൻ ഇദാ ഹുദ്ദിസ ബിഹിൻ നിസാ, പ്രത്യേകം പെണ്ണുങ്ങൾ കേട്ടാൽ മൻഫഅതൻ ഫിൽ ഹദീൽ വഫായിലിൽ ബുഊല, ഭാര്യാഭർത്താക്കന്മാരുടെയിലെ ആ ഹക്ക് വീട്ടുന്ന വിഷയത്തിൽ പ്രേരിപ്പിക്കുന്ന ഇതുണ്ട്. ഖാലൽ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു, വലിയ ആളെന്ന് ഇമാം എന്ന ഖാലൽ ഖാദി എന്ന് പറയണമെങ്കിൽ അസ്ഹാറുണ്ട് ജിയാദ് എന്നുണ്ട് 7 മുജല്ലദിന് മൂപ്പറ ചരിത്രം, ഖാദിന്റെ ചരിത്രം അസ്ഹാറുണ്ട് ജിയാദ്. വഫീഹി ഫീ ഹാദൽ ഹദീസ് മിനൽ ഫിഖ്ഹി, ഫിഖ്ഹ് എന്ന് പറഞ്ഞ ഒരു മസല, അത്തഹദ്ദുസു ബിമുലഹിൽ അഖ്ബാർ, കേൾക്കാൻ നല്ല കൗതുകം ഉണ്ടാക്കുന്ന കഥകൾ സംസാരിക്കണം. എന്തായി അതിൻ്റെ അപ്പുറം ആകാംക്ഷ ഉണ്ടാക്കും, അതാണ് ഇത് മുലഹിൽ.
തുറഫിൽ ഹിക്കായാത്ത്, അതുപോലെ പുതുമയുള്ള ചരിത്രങ്ങൾ. അതിന് തസ്ലിയത്തിൽ നഫ്സ്, അത് മനുഷ്യൻ്റെ മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ടാക്കുന്നതാണ്. ആയിഷ ബീബിക്ക് സമാധാനം കിട്ടിയെന്ന് പറഞ്ഞില്ലേ. കൽബിന് തെളിമയുണ്ടാക്കും. അഡ്രസ് കൊടുത്തെങ്ങനെയാണ്? ബാബു മാജാഫി കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സംദീന എന്ന ഹെഡിങ്. രാത്രിയത്തെ സംസാരത്തിൽ തങ്ങൾ എന്ത് പറഞ്ഞു എന്ന ഹദീസ് വ്യാഖ്യാനിക്കുന്നു, ഹെഡിങ്. ثم قال عياض, പിന്നെ ഖാദി ഇയാദ് പറയുന്നു, വയുർവാൻ അമീറുൽ മുഅ്മിനീന അലി കറമല്ലാഹു വജ്ഹഹു വറളിയല്ലാഹു അൻഹു ഖാല സല്ലു ഹാദിഹി النفوس ساعة بعد ساعة. ഒരു സമയത്തിന് ശേഷം മറ്റൊരു സമയത്ത് നഫ്സുകൾക്ക് എന്താകണോ? സമാധാനം പകരണം, റെസ്റ്റ് കൊടുക്കണം എന്നാണ്. സല്ലാം തസ്ലിയത്ത്, സല്ലാ യുസല്ലി, അതിന് മസ്തകം വരും തസ്ലിയത്ത്, സക്കാ യുസക്കി തസ്കിയത്ത്. അപ്പോൾ സല്ലു എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം. ഇരുമ്പിന് തുരുമ്പ് കയറാനുള്ളതുപോലെ മനസ്സിനെന്താക്കും? തുരുമ്പ് കയറും. അതിനെ സമാധാനിപ്പിക്കാൻ എന്താക്കണം? നല്ല ചരിത്രങ്ങൾ. നമ്മൾ സൂറ മിൻഹാജ് സാബെല്ലാം വെച്ചാൽ എന്ത് ചെയ്താണെന്ന് അറിയാം. വക്കാല ആയുധൻ അൽ കൽബ് ഇതാ ഉക്കിരിഹ അമിയ, ഒരു കാര്യത്തുമ്പോൾ തന്നെ നിർബന്ധിച്ചാൽ കൽബ് കുരുടായി പോകുന്നതാണ്. അപ്പോൾ റെസ്റ്റ് കൊടുക്കണം. അത് നല്ല ചരിത്രങ്ങൾ, പാട്ട്. ويروى ابن عباس رضي الله عنهما أنه كان يقول حملوا, هذا حملوا أي إذا مللتم من الفقه فخذوا في الأشعار وأخبار العرب. ഫിഖ് കേട്ടുമ്പോൾ എന്താക്കും? വല്ലാണ്ട് മടുപ്പുണ്ടാവും, ഒരു വിരക്തി ഉണ്ടാവും, നല്ലോണം കേട്ടാൻ രസം ഉണ്ടാവില്ല. അന്നേരം എന്താക്കണം? അഷ്ആറിലേക്ക് കിടക്കുക, അതുപോലെ ചരിത്രങ്ങളിലേക്കും കിടക്കുക. പക്ഷേ ഇത് മാലം യകുൻ ദായിമൻ മുത്തസിൽ, എപ്പോഴും ഒരു പതിവാക്കാൻ പാടില്ല. അല്ല ഒരു റജുലിന്റെ ആദത്ത് എങ്ങനെയായി ആ അഡ്രസ്സിൽ അയാൾ അറിയപ്പെടുന്നത് അയാൾ എന്താക്കും? മദ്മൂമാകും. എപ്പം നോക്കില്ല ഇത് തന്നെ. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി. ഫഹാദാ മദ്മൂം ഗൈറു മഹ്മൂദ് ശറഅൻ. ഇനി അപ്പോൾ സഹാബത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഒന്നുമില്ല. ഈ ഹദീസിന്റെ ഫവായിദ ഒരുപാടുണ്ട് എന്നുകൊണ്ട് വകസറത്തി മസ്തുംബിത മിൻഹു, അതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന വിഷയങ്ങളും കുറെ കൂടുതലാണെന്ന് പറഞ്ഞതുകൊണ്ട് അഫ്റദഹു ബിത്തസ്നീഫ്, ഇത് പ്രത്യേക തസ്നീഫാക്കിയിട്ടുണ്ട്. ഇത് കസീറും മിനൽ ഉലമാഇൽ മുതഖദ്ദിമീൻ. എന്നിട്ട് ആരാ ഉണ്ടാക്കിയ സുമ്മദക്കർ അസ്മാഅഹും, ആ തസ്നീഫ് ഉണ്ടാക്കിയുള്ള പേര് പറഞ്ഞ് ഇഖ്തിസാർ, അത് ചുരുക്കിയതാണ്.